നമ്മൾ അത് ചിന്തിച്ചു. സ്തോത്രം അതിൻ്റെ 8-ാം അധ്യായം 37-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ നമ്മൾ അവസാനം വായിച്ച നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഇവയ്ക്കൊന്നും തന്നെ എന്റെ മേൽ അധികാരമില്ലെന്നുള്ള ഭാഗമാണ് നമ്മളവിടെ കണ്ടത്, അല്ലേ? സ്തോത്രം. അവിടെ ആ വാക്യം കാണുമ്പോൾ അതിൻ്റെ അകത്ത് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. വിളിക്കപ്പെട്ടവർ, ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വിളിക്കപ്പെട്ടവർ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങളായിരിക്കും സ്വർഗത്തിലെ പിതാവ് ചെയ്യുന്നത്. അവർ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ടെന്നും അവർക്ക് നിത്യമായ ഒരു രാജ്യമുണ്ടെന്നും പിതാവിന്റെ ഭവനത്തിൽ ഞാനും ഓഹരിക്കാരനാകുന്നു എന്നും എന്നെ രക്ഷിക്കേണ്ടതിന് പിതാവിന്റെ ആദിജാതനാകുന്ന ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. പുത്രനാകുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, സകലർക്കും വേണ്ടി കഷ്ടം സഹിച്ചു. അപ്പോൾ തന്നെ അത് എഫക്റ്റീവ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ അത് ആ അനുഗ്രഹം ആരിലാണ് നിറവേറുന്നത്? തെരഞ്ഞെടുക്കപ്പെട്ടവരിലേ വരുള്ളൂ. അപ്പൊ രക്ഷിക്കപ്പെട്ടവരിൽ അത് വരുമ്പോൾ അവർക്ക് കർത്താവായ യേശു ക്രിസ്തു അവൻ ശ്രേഷ്ഠ സഹോദരനാണ്. നമുക്കെല്ലാവർക്കും മുമ്പേ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ കഷ്ടം സഹിച്ചപ്പോൾ അത് സഹോദരന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് ദൈവത്തിനാകുന്ന യേശു ക്രിസ്തു അങ്ങനെ ചെയ്തത്. അത് പിതാവിന്റെ ഇഷ്ടമായിരുന്നു. അപ്പോ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ വചനം നമ്മൾ വായിച്ചു വരുമ്പോൾ സുവിശേഷത്തിലാണെങ്കിലും ലേഖനത്തിലാണെങ്കിലും അവിടെ സ്പെസിഫിക് ആയിട്ട് ഒരു കൂട്ടരെ കർത്താവ് ഒരുക്കുന്നുണ്ട്. ചിലരെ കർത്താവ് സ്നേഹിക്കുന്നു, ചിലരെ കരുതുന്നു, കർത്താവ് ചിലരെ വഴി നടത്തുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കുന്ന അസാധാരണമായ ക്രിയകളിലാണ് ഇവിടെ നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മളുടെ ദൃഷ്ടി ചെന്നെത്തുന്നത്. അപ്പോൾ എല്ലാത്തിന്റെയും പിന്നിൽ ദൈവത്തിന്റെ കരചലനമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ കരചലനമുണ്ട്. 8-ാം അധ്യായം നമ്മൾ വായിച്ചു. അതിനുശേഷം നമ്മൾ ഈ 9-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് 9-ാം അധ്യായത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അതിന്റെ 8-ന്റെ-28 ഒന്നും കൂടെ നമുക്കൊന്ന് വായിക്കാം. നമ്മളൊന്ന് ഉറപ്പിക്കട്ടെ ആ വാക്യം. ആമേൻ. 8-ന്റെ-28 നമുക്കൊന്ന് വായിക്കാം. 8-ന്റെ-28 വാക്യം വായിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ശ്രദ്ധിക്കണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പൊ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അടുത്തത് എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള ശരീരത്തോട് അനുരൂപമാകുവാൻ പിതാവായ ദൈവം പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് മുമ്പേ നിയമിച്ചു. അനാദി നിത്യതയിലെ പദ്ധതി എന്ന് പറഞ്ഞ എന്താണത്? അനാദി നിത്യതയിലെ പദ്ധതി എന്ന് പറയുന്നത് എന്നെ വീണ്ടെടുക്കുവാൻ, സഹോദരന്മാരെ വീണ്ടെടുക്കുവാൻ, സഹോദരന്മാർ ദൈവപുത്രന്റെ സദൃശത്തോട് ഏകീഭവിക്കുവാൻ, തേജസ്സുള്ള ശരീരത്തോട് ഏകീഭവിക്കുവാൻ പുത്രനെ സർവസൃഷ്ടിക്ക് മുമ്പേ ആദിജാതൻ ആയി തീരുവാൻ പിതാവ് നിയമിച്ചു. അപ്പോൾ സഹോദരന്മാരെ നേടേണ്ടതിന് അവൻ കാലസമ്പൂർണതയിൽ കാൽവറിയിൽ തകർക്കപ്പെട്ടു. സകലരുടെ അകൃത്യവും പിതാവ് പുത്രന്റെ മേൽ ചുമത്തിയപ്പോൾ ഡീൽ എന്താണെന്ന് ഓർക്കണം. എന്താണ് കരാറ്? നീ സകല സഹോദരന്മാർക്കും വേണ്ടി കഷ്ടം അനുഭവിക്കണം. നീ അവരുടെ അകൃത്യങ്ങൾ വഹിച്ച് നീ കാൽവറിയിൽ തകർക്കപ്പെടുമ്പോൾ നിന്റെ സഹോദരങ്ങളുടെ അകൃത്യം അത് മായിച്ച് അവർ പിതാവിന്റെ സന്നിധിയിൽ വെളിപ്പെടും. ആമേൻ. അവൻ മരിച്ചത് നമുക്ക് വേണ്ടി മരിച്ചു. ശ്രദ്ധിക്കണം, പാപികൾക്ക് വേണ്ടി ആര് മരിച്ചു? കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. പാപികൾ എന്ന് പറഞ്ഞാൽ ആരാം? സകല മനുഷ്യരും പാപികളാണ്. അപ്പൊ സകല മനുഷ്യർക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചു. അതിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചപ്പോൾ നമ്മുടെ അകൃത്യം വഹിച്ച് ദൈവപുത്രൻ മരിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ പാപം മരിച്ചു. നമ്മുടെ ശാപത്തിന്റെ ശിക്ഷ, പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണശിക്ഷ യേശു ക്രിസ്തു വഹിച്ചപ്പോൾ ആ വഹിച്ചവൻ മരിക്കണം. ആ മരിക്കുന്നവൻ പാപമില്ലാത്തവനാണ്, പാപം അറിയാത്തവനാണ്. പക്ഷെ ദൈവസന്നിധിയിൽ ഇവൻ മരണം ആസ്വദിച്ചേ കഴിയത്തുള്ളൂ. അത് ദൈവനീതിയാണ്. അതായത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയും നമ്മുടെ ശാപത്തെയും നമ്മൾ ദൈവഹിതത്തിൽ നമ്മൾ ഏൽപ്പിച്ചു.
ദൈവഹിതത്തിന് ഏൽപ്പിച്ചപ്പോൾ നമ്മുടെ അകൃത്യം പകച്ചുകൊണ്ട് ദൈവപുത്രൻ കാൽവറിയിൽ തകർക്കപ്പെട്ടു. പുത്രനാകുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? പുത്രനും പിതാവുമായിട്ടുള്ള ഡീൽ ഇതാണ്. കാരണം ഞാൻ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി നീ എന്നെ അയക്കുന്നത് നിന്റെ തിരുഹൃദയത്തിലെ പദ്ധതി പ്രകാരം നിന്റെ മക്കളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ഞാൻ കാൽവറിയിൽ തകർക്കപ്പെടുകയാണ്. അങ്ങനെ തകർക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ കഷ്ടം അനുഭവിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ശിക്ഷ ഏറ്റ് അവർക്ക് വേണ്ടി മരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ പാപത്തിന്റെ ശിക്ഷയ്ക്ക് പരിഹാരം വരുത്തി കഴിഞ്ഞാൽ സ്വന്തം ഞാൻ മരിച്ചു അടക്കപ്പെട്ടു. അത് അവരുടെ അകൃത്യത്തിന് വേണ്ടിയാണ്. ഇനി ഉയർക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഉയർക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്. കാരണം നമ്മെ ഉയർപ്പിക്കണം. നമ്മുടെ അകൃത്യം വഹിച്ചു അവൻ മരിച്ചെങ്കിൽ ജീവിക്കുമ്പോൾ അകൃത്യത്തിൽ നിന്ന് ഒഴിഞ്ഞവരെ, പാപത്തിൽ നിന്ന് ഒഴിവ് വന്നവരെ വീണ്ടും ഉയർപ്പിക്കണം. അതായത് യേശു ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചപ്പോൾ ആ റിസൾട്ട് ദൈവത്തിന്റെ മക്കളിലും വെളിപ്പെട്ടു വരണം. മനസ്സിലാകുന്നുണ്ടോ? കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഈ തിരിച്ചറിവും വെളിപ്പാടും രക്ഷയുടെ ഭാഗമാണ്. നമുക്ക് ഈ ബോധ്യം ഉണ്ടാകുന്നത് രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്. രക്ഷിക്കപ്പെട്ടവർ ഈ ബോധ്യം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഇത് വെറുതെ ഉള്ളൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഇന്ന് നിങ്ങൾ ഇത് സത്യങ്ങളെ തിരിച്ചറിയണം. ഇത് കേട്ട് സന്തോഷിച്ച് വീട്ടിൽ പോയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഈ ഗ്രാഹ്യം ഉണ്ടാകണം. ചില ബുദ്ധിമാന്മാർ തന്നെ ആണെങ്കിൽ കാണാപ്പാടം ഈ കേൾക്കുന്ന കാര്യമെല്ലാം കൂടെ പഠിക്കാൻ നോക്കി. ഞാൻ പറയാൻ കേട്ടോ, ഹല്ലേലൂയ, നിങ്ങളുടെ തലച്ചോറ് പോയി പോകുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. ഇത് അകത്ത് അനുഭവം വരണം. അകത്ത് ഹൃദയത്തിൽ അനുഭവം വന്നാൽ നാവിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് നാവ് പ്രസ്താവിച്ചുകൊണ്ടിരിക്കും. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ഒരു രക്ഷയുടെ അനുഭവമാണെങ്കിൽ അവന്റെ വാ പ്രസ്താവിക്കുന്ന രക്ഷയുടെ സൽഗുണങ്ങൾ തന്നെയാണ്. ഹല്ലേലൂയ. അതിനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി ഈ അനുഗ്രഹത്തിന്റെ ഓഹരിക്കാരായി തീരണം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാണ് കർത്താവിന്റെ പദ്ധതി. എന്താണ്? സ്വതം ഹല്ലേലൂയ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഇന്നാള് ചിന്തിച്ച ഭാഗത്തിൽ നിന്ന് നമ്മൾ ഒരു 2 വാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് ഈ വാക്യത്തിന്റെ ഒരു ഡെൻസിറ്റി നമുക്ക് നല്ലപോലെ കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് മറ്റു ചില ഭാഗങ്ങൾ കടന്നു പോകണം. നമുക്ക് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലാണ് നമ്മൾ ഇന്നാൾ ചിന്തിച്ചത്. അത് ഇതിനോട് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. എബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 10, 2-ന്റെ എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. സകലത്തിനും ലാഭം, സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തിരിഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. അപ്പോൾ ആ യുക്തി ആരുടെ യുക്തിയാണത്? പിതാവായ ദൈവത്തിന്റെ യുക്തിയാണത്. അപ്പോൾ ശ്രദ്ധിക്കണം, രക്ഷിക്കുന്നവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീരണം. ഹല്ലേലൂയ. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീരണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളിവിടെ വായിക്കുമ്പോൾ സ്തോത്രം ഈ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീരണം. അങ്ങനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീരേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അത് തികഞ്ഞവനായി തീരണം. അടുത്തത് വായിച്ചേ. 11. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അപ്പോൾ ശ്രദ്ധിക്കണം, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാവർക്കും എല്ലാം ഒരുവനല്ലോ. അപ്പോൾ ശ്രദ്ധിക്കണം, പിതാവ് ഇതിന്റെ അകത്ത് ഇടപെടുന്നില്ല. പിതാവ് ചെയ്തത് ഇത് നിവർത്തിക്കുന്നവരെ ലോകത്തിലേക്ക് അയക്കുകയാണ് ചെയ്തത്, കൽപ്പിച്ചയക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. അപ്പോൾ പുത്രനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ പുത്രനിലൂടെ ചെയ്തെടുക്കേണ്ട പദ്ധതി എന്താ? നമ്മൾ ഗ്രാഹ്യമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വാക്യം കൂടെ വായിച്ചേ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. ഒരുവനല്ലോ പിതാവ്. ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന്
വിളിക്കുവാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ശ്രദ്ധിക്കണം, നമ്മൾ വായിച്ച വാക്യം 10 11 മുതൽ വാക്യം വിശുദ്ധീകരിക്കുന്നവർക്കും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. പിതാവിന്റെ മുമ്പിൽ പുത്രൻ നമുക്ക് മുമ്പേ നിൽക്കുകയാണ്. അവൻ ആദ്യഫലമായി ആദ്യജാതനായി നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. ഇത് എവിടെ സംഭവിക്കും? സ്വർഗത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുന്നത് പുത്രനാകുന്ന യേശു കർത്താവ് നമുക്ക് മുമ്പേ നിൽക്കുകയാണ്. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെടുന്നവർ നമ്മളാണ്. വിശുദ്ധീകരിക്കുന്നവൻ ക്രിസ്തുവാണ്. വിശുദ്ധീകരിക്കുന്നവൻ നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനാകണം. അത് പിതാവിന്റെ സന്നിധിയിൽ യുക്തമാണ്. പിതാവിന്റെ ഇഷ്ടം ഇവൻ രക്ഷകനാകണമെന്നുണ്ടെങ്കിൽ ദൈവിക അധികാരം ലഭിക്കാൻ അവൻ ദൈവപുത്രനാണ്. എന്നാൽ അവൻ മനുഷ്യർക്ക് ദൈവമായി തീരണമെന്നുണ്ടെങ്കിൽ, സകല സഹോദരന്മാർക്കും ദൈവമായി തീരണമെന്നുണ്ടെങ്കിൽ ആരും അനുഭവിക്കാത്ത മരണശിക്ഷ ഇവൻ അനുഭവിക്കണം. അപ്പൊ ചോദിക്കുന്നുണ്ട്, മനുഷ്യർ എത്രയോ പേര് മരണം അനുഭവിച്ചിട്ടുണ്ടെന്നേ. എത്ര പേര് മരിച്ചിട്ടുണ്ട്? ഇഷ്ടം പോലെ പേര് മരിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവപുത്രന്റെ പ്രത്യേകത തന്നെ അവൻ പാപം അറിയാത്തവനാണ്. നമ്മളെ പ്രത്യേകത തന്നെ, മനുഷ്യരുടെ പ്രത്യേകത നമ്മൾ പാപത്തിൽ ജനിച്ചവരാണ്. അതുകൊണ്ട് നാം മരണം ആസ്വദിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. കാര്യം പാപത്തിന്റെ ശിക്ഷയാകുന്ന മരണമാണ് നമ്മൾ സ്വാഭാവികമായി അനുഭവിക്കുന്നത്. അതിലൊരു കാര്യമില്ല. എന്നാൽ സ്വത്രം ദൈവസന്നിധിയിൽ യുക്തമാകുന്ന എന്താണെന്നറിയാവോ? പാപമില്ലാത്തവൻ മരണം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതെ മരണം ആസ്വദിക്കണം. ആർക്ക് വേണ്ടി? സഹോദരവർഗങ്ങൾക്ക് വേണ്ടി. സഹോദരന്മാരാരാ? അവർ ജഡരക്തങ്ങളോട് കൂടിയവരാണ്. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. അവര് ജഡരക്തങ്ങളോട് കൂടിയവരാണ്, സഹോദരന്മാർ. അതാരാണ്? നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ആരാധന എന്തായിരിക്കണം എന്നറിയാവോ? ശ്രദ്ധിച്ചേ, നമ്മുടെ പ്രാർത്ഥന, ആരാധനയും വചനധ്യാനം എന്തായിരിക്കും അറിയാവോ? എന്നെ വീണ്ടെടുത്തു, വിൻസെന്റിനെ വീണ്ടെടുത്തു. നിങ്ങൾ നിങ്ങളുടെ പേര് പറയണം. സ്തോത്രം, നിങ്ങൾ നിങ്ങളുടെ പേര് പറയണം. നിങ്ങളെ വീണ്ടെടുത്തു. എന്തുകൊണ്ട് വീണ്ടെടുത്തു? സ്തോത്രം, നിങ്ങൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കെ നിങ്ങൾ പാപത്തിൽ വീണിരുന്ന നിങ്ങളെ വീണ്ടെടുക്കേണ്ടതിന് പിതാവ് സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ നിങ്ങളുടെ അകൃത്യങ്ങളെ വഹിച്ചുകൊണ്ട് ദൈവപുത്രൻ ഒരിക്കലായി കഷ്ടം സഹിച്ചാൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യർക്ക് വേണ്ടി അവരവർ ജനിക്കുന്ന ഓരോ സമയത്തും കാലഘട്ടത്തിലും ദൈവപുത്രൻ ജനിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ ദൈവപുത്രൻ നമുക്ക് മുമ്പേ ആദ്യഫലമായി തീരണമെന്ന് ദൈവം പദ്ധതി ഇടുമ്പോൾ ആദ്യമായും ആദ്യഫലമായും ആദിജാതന്മാർക്ക് കർത്താവായി യേശുക്രിസ്തു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കലായി അവൻ കഷ്ടം സഹിക്കണം. അങ്ങനെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവർ, പാപത്തെ ഒഴിഞ്ഞ് മാനസാന്തരപ്പെട്ടവരെ പിതാവായി ദൈവം പുത്രന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കും. അപ്പോൾ ഇതിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പുത്രനാകുന്ന യേശുക്രിസ്തു ചെയ്യണമെങ്കിൽ അവന് ഒരു അധികാരം ലഭിച്ചല്ലേ പറ്റത്തുള്ളൂ. അതിനാണ് വായിക്കേണ്ട ഒരു ഭാഗമുണ്ട്. സ്തോത്രം, യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം അതിന്റെ 14 മുതൽ വായിച്ച് നമ്മൾ ഇനി ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഒത്തിരി വട്ടം ഈ സുവിശേഷത്തിന്റെ ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വായിച്ച് അറിഞ്ഞ് പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ കേട്ടതായ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വേണം ഇനി ഈ ഭാഗം വായിക്കാൻ. നമ്മൾ നമ്മളിപ്പോൾ വായിച്ചത് എന്താണ്? പിതാവിന്റെ യുക്തി എന്താണ്? രക്ഷിക്കപ്പെടേണ്ടവർ ജഡരക്തങ്ങളോട് കൂടിയവരാണ്. രക്ഷിക്കപ്പെടേണ്ടവർക്ക് തുല്യമായി ദൈവപുത്രൻ കാൽവറിയിൽ തകർക്കപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് സദൃശ്യമായി ജഡത്തോട് രക്തത്തോടും കൂടെ വന്ന് അവരുടെ അകൃത്യം പുത്രൻ ചുമക്കണം. അങ്ങനെ അവൻ തകർക്കപ്പെടണം. അങ്ങനെ തകർക്കപ്പെട്ട് അടക്കപ്പെട്ട് കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിക്കും എന്നറിയാവോ? അവനെ മരണപാശങ്ങളെ അഴിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കണം. അപ്പോൾ മരിക്കുന്നത് വരെയും പുത്രന്റെ അനുസരണം അവനെ ഉയർപ്പിക്കുന്നതിന്റെ ഡ്യൂട്ടി പിതാവിനാണ്. കാരണം അപ്പം ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് വാഗ്ദത്തം പിതാവായ ദൈവം പുത്രന് കൊടുത്തു. എന്താണ്? ഞാൻ നിന്നെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ അവൻ ദ്രവത്വം കാണാതെ വണ്ണം അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുകയാണ് പിതാവ് ചെയ്തത്.
പ്യുവർ. നമ്മൾ തിയോളജിക്കൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഭാഗം വായിച്ച് നമ്മളെപ്പോഴും ഈ ഭാഗങ്ങൾ ഞാനിപ്പോൾ വായിക്കാൻ പറയുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ പറഞ്ഞ 14-ാം വാക്യം മുതലുണ്ട്. നമ്മൾ ഒത്തിരി നാൾ ഇത് വായിച്ചിട്ടുണ്ട്. നമുക്ക് അത്ര അകത്ത് ടച്ച് ചെയ്തിട്ടില്ല. കാര്യം ഇതിന്റെ യഥാർത്ഥ പശ്ചാത്തലം മനസ്സിലാകാതെ വായിക്കുന്നതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാകാത്തത്. ഇനി വായിച്ചേ. ശ്രദ്ധിക്കണേ, ഈ നല്ല ഇടയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് കുറെ ആടും ഒരു ആട്ടിടയനും നമ്മുടെ മനസ്സിൽ. അങ്ങനെയല്ല അത് ചിന്തിക്കേണ്ടത്. വായിച്ചേ. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണം. പിതാവ് അറിയുമ്പോൾ പിതാവിന്റെ യുക്തി എന്നാന്ന് മനസ്സിലാക്കിക്കണം. കഷ്ടാനുഭവങ്ങളാൽ പുത്രൻ തികഞ്ഞവനായി തീരണം. അങ്ങനെ അവൻ ആദ്യ ജാതനായി തീർന്നവൻ സകലത്തിനും ഉടയവനും കർത്താവുമായി തന്നെ സഹോദരന്മാരെ തേജസ്സിലേക്ക് നടത്താനുള്ളവനാണ് പുത്രനാകുന്ന കർത്താവ്. അവനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനായി തീർക്കണം. അത് പിതാവിന്റെ ഇഷ്ടം. അങ്ങനെയെങ്കിൽ പുത്രനാകുന്ന കർത്താവ് ശിഷ്യഗണങ്ങളാകുന്ന അപ്പോസ്തലന്മാരോട് പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ എന്താ അതിനർത്ഥം? പിതാവിനെ അറിയുകയും പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണം. അവിടെ പദം ശ്രദ്ധിച്ചോ? എങ്ങനെ അറിയുന്നത്? പിതാവിന്റെ പദ്ധതി പ്രകാരം രക്ഷിക്കപ്പെടേണ്ടവരെ പുത്രന്റെ കൈ കൊടുത്തിട്ടുണ്ട്. അവര് രക്ഷ പ്രാപിക്കും. ദൈവരാജ്യത്തിൽ വരുവാൻ ഇടയായി തീരും. അവരെ പുത്രന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരുവൻ. അവനാരുടെ പിതാവാണ്. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ അവിടെ പുത്രനാകുന്ന യേശുക്രിസ്തു ഡ്യൂട്ടി എന്നാണ്. അവിടെ ഡ്യൂട്ടിയല്ല, പുത്രനെ അറിയുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നോ എന്നൊക്കെ ഒത്തിരി പേർക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുന്നില്ല. അനേക പ്രസംഗങ്ങൾ ന്യായപ്രമാണത്തിന്റെയും പഴയ നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും പഴയ വഴി കൂടെ പോകുന്നതല്ലാതെ ക്രിസ്തുവിനെ വെളിപ്പെടാത്തിന് കാര്യം ഇത് ക്രിസ്തു അനുവദിച്ചാലേ ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ കഴിയാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ. കാര്യം അവന്റെ ജീവിതത്തിലെ കുറവുകൾ നിമിത്തം അവർ ക്രിസ്തുവിലേക്ക് വരുന്നില്ല. കർത്താവിനെ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലെന്നേ. ഒത്തിരി പേര് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ലേബൽ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം കേട്ടോ, ശ്രദ്ധിച്ചേ. ഈ ആയുസിൽ ഇരുന്ന് ഉറക്കം തോന്നി കാര്യങ്ങളൊക്കെ ഞാനിത് പറയുമ്പോൾ ചിലർക്കത് പീഡനമാണ്. ഒരു കാര്യം പറയാം, ചുമ്മാ പോകൂല സ്വർഗത്തിൽ. ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ വില കൊടുക്കുന്നവരെ ദൈവരാജ്യത്തിൽ പോകുള്ളൂ. എന്താ വില? നിന്റെ ചിന്ത വിലയാ, നിന്റെ ശ്രദ്ധ വിലയാ, നിന്റെ ഉണർവ് വിലയാ. ഉണ്ടെങ്കിൽ അങ്ങ് പോകും. വായിച്ചേ. പിതാവ് എന്നെ അറിയുകയും കണ്ടിവിടെ ശ്രദ്ധിക്കണം. ഇവിടെ പിതാവ് പുത്രനെ അറിയുന്നു, പുത്രൻ പിതാവിനെ അറിയുന്നത് പോലെയും ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും. അറിയുന്നുണ്ടോ? അതായത് പിതാവിനെ പുത്രൻ അറിയുന്നത്, പുത്രൻ പിതാവിനെ അറിയുന്നത് പോലെ അവർ തമ്മിലൊരു ഡീലുണ്ട്. അവർ തമ്മിൽ സംസാരം നടന്നിട്ടുണ്ട്. അവരുടെ ഇടയിൽ സംഭാഷണങ്ങളുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ഇതാണ് പിതാവിനും പുത്രനും നിലനിൽക്കുന്നത്. ഇത് അറിയുന്നവൻ മാത്രം ആ പുത്രനിലേക്ക് വരുന്നുള്ളൂ. അവരെ പുത്രനെ കാണുന്നുള്ളൂ. മനസ്സിലാക്കണം. ജസ്റ്റ് ഒരു രോഗസൗഖ്യത്തിന് വരുന്നവനൊന്നും ഇതൊന്നും അറിയുന്നില്ല. ജസ്റ്റ് മക്കളുടെ മക്കളുടെ സെറ്റിൽമെന്റ്, ഫ്യൂച്ചർ സെറ്റിൽമെന്റിന് വേണ്ടി 66 വസ്തു എടുത്തിരിക്കുന്നവരുണ്ട്. അവർക്കൊന്നും ക്രിസ്തുവിനെ വെളിപ്പെടത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ചിലരുടെയൊക്കെ ആവശ്യം, ചിലരുടെ പ്രാർത്ഥന വാങ്ങുന്ന മക്കളുടെ കാര്യം. നിനക്കൊരു ആയുസ് മുഴുവൻ കിട്ടി, എന്നിട്ട് നീ ഇത് അന്വേഷിച്ചോ? നീ ഇത് അറിഞ്ഞോ? അപ്പോൾ നമ്മൾ ഇതാരാണ് അറിയുന്നത്? ക്രിസ്തുവിനുള്ളവർ പുത്രൻ ക്രിസ്തു പിതാവിനെ അറിയുന്നത് പോലെ തനിക്കുള്ളവർ തന്നെ അറിയും. തനിക്കുള്ളവരെ തന്നെ അറിയും. അവിടെ വായിക്കുന്ന എന്താണ്? അറിയും. എനിക്കുള്ളവ എന്നെ അറിയുകയും. അതായത് ഞാൻ എനിക്കുള്ളവയെ അറിയും. അപ്പൊ പുത്രൻ തെരഞ്ഞെടുക്കും. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരെ പുത്രൻ അറിയുന്നു. അപ്പോൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ പുത്രനെ അറിയുന്നു. ആരാണ്? ഈ ബന്ധം വേണം. ഇത് ഒരു വീട് കിട്ടുന്നതിന്റെ ബന്ധം വന്നതല്ല. ജോലി വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബന്ധം വന്നതല്ല. മക്കളെ കെട്ടിക്കാൻ വേണ്ടി വന്ന ബന്ധം വന്നതല്ല. കാശില്ല, ലോണാ, കടവ, ഇത് മാറാൻ വേണ്ടി വന്ന ആ ബന്ധമല്ല ഈ ബന്ധം. മനസ്സിലാവുന്നുണ്ടോ? രണ്ടും രണ്ട് ബന്ധമാണ്. ഹല്ലേലൂയ. വായിച്ചേ. ആടുകൾക്ക് വേണ്ടി ഇപ്പൊ ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരേണ്ട ഒരു കാര്യം, ആരാണ് ഈ ആട്? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ് ഈ ആടുകൾ. അവരെങ്ങനെയാ നിർണയപ്രകാരം വിളിക്കും? പുത്രനെ അറിയാം. പുത്രൻ അവരെ അറിയുന്നുണ്ട്. അതാണ് അതിന്റെ തെളിവ്.
അവർക്ക് പുത്രനെ അറിയാം, പുത്രൻ അവരെയും അറിയാം. അവർ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാ. കൂടെ ഇരുന്ന് ചായ കുടിക്കുന്നതും പോലും ഈ നിർണയത്തിൽ എത്തിയിട്ടില്ലെന്നുള്ള ഉൾബോധമുള്ളവരാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. അടുത്തിരിക്കുന്നവന്റെ ആത്മീകതയുടെ റേഞ്ച് കൃത്യം വിവേചിച്ച് മനസ്സിലാക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. അടുത്തുള്ളവൻ ഓടിയിട്ട് എത്താതിരിക്കുന്നത് കാണുമ്പോൾ അതിശയമില്ല. കാര്യം അവൻ തള്ളപ്പെട്ട് കിടക്കുക എന്ന് ആത്മാവിൽ വിവേചിച്ച് തിരിച്ചറിയുന്നവനാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവൻ. അപ്പോൾ അങ്ങനെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ ആടുകളാണെങ്കിൽ അവർക്കൊരു ഇടയനാളുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇതേ വാക്യം ജാതികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം ആടുകളാ, ഞങ്ങളെല്ലാം ആടുകളാ, ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത് രക്ഷിക്കപ്പെടാതെ, ക്രിസ്തുവിനെ അറിയാതെ, അഭിഷേകം പ്രാപിക്കാതെ, വീണ്ടും ജന്മം പ്രാപിക്കാതെ സ്വന്തം അവകാശം പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ പറയാൻ കൊള്ളാം, സാത്താന്റെ ചെവിയിലും കേൾക്കാൻ കൊള്ളാം. പക്ഷേ ദൈവരാജ്യം ഈ തട്ടുവിട്ട് മുകളിലോട്ട് പോകത്തില്ല. ചത്ത് കഴിയുമ്പോൾ കീഴെ പാതാളം തുറക്കും. മരണത്തിന്റെ അധികാരിയായ പിശാച് കയറി വരും. അല്ലെ? കാളകളും സിംഹങ്ങളും സ്വത്രം ആളിയ ഭാഷാൻ കൂട്ടന്മാരും സ്വത്രം ചെന്ന നായ്ക്കളും ഇതൊക്കെ കടിച്ചു പറിച്ചോണ്ട് പോകും. അല്ലെ? അങ്ങനെ വചനം വായിക്കുന്നത്. ഇതിൽ നിന്ന് ഒഴിവ് വന്നവര് ക്രിസ്തുവിന്റെ ആടുകൾ മാത്രമാ. ഇതിൽ നിന്ന് ഒഴിവുള്ള അവർക്കൊരു ഇടയൻ സ്വർഗത്തിലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ് കർത്താവ് ചെയ്തതെന്ന് ഗ്രാഹ്യം പറയണം. വായിച്ചേ. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. അടുത്തത്, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ആകും. കന്നഡ മാറണം കേട്ടോ. ഹല്ലേലൂയ. എന്താ വാക്യം ഒന്നുകൂടെ വാക്യം? ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്ക് ഉണ്ട്. അടുത്ത് ശ്രദ്ധിക്കണം. അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കുകയും ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ആകും. അപ്പോൾ ശ്രദ്ധിക്കണം, യഹൂദന്മാരോട് പറയുന്നൊരു കാര്യമാണ്, ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ മാത്രമല്ല, പുറത്തുള്ളവരും എനിക്ക് എന്റെ ഈ കൂട്ടത്തിലേക്ക് വരുന്നവരുണ്ട്. അവരെല്ലാം കർത്താവിന്റെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടാനിരിക്കുന്നവരാണ്. അപ്പോൾ നിർണയപ്രകാരം വിളിക്കപ്പെടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിന്റെ ശ്രേഷ്ഠത ഉന്നതമാണ്. കാര്യം ആർക്കാണ് ഈ സുവിശേഷം കേൾക്കുമ്പോൾ രക്ഷ വരുന്നതെന്നറിയാവോ? ഈ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കാണ്. അതുകൊണ്ട് അടുത്ത വാക്യം എന്താ പറയുന്നത്? എന്റെ ജീവനെ അല്ല, നമുക്കത് ആ വാക്യം വായിക്കുന്നതിന് മുമ്പ് സ്തോത്രം അതിന്റെ 10:1 മുതൽ ഒന്ന് വായിച്ചേ. യോഹന്നാൻ 10:1 മുതൽ തൊട്ടിപ്പുറത്ത് വായിച്ചേ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആവുന്നു. ഈ വേറെ വഴിയായി കയറുന്നവൻ എന്ന് പറഞ്ഞാൽ കള്ളന്മാരാണ് എന്നുള്ളതിന്റെ തെളിവെന്ന് പറയട്ടെ. തെളിവ് എന്നാന്നറിയാവോ? നമ്മൾ ഇനി വായിക്കാനിരുന്ന വാക്യം ഒന്ന് വായിക്കണം. അതിന് പ്രാപ്തിയില്ലാത്തവരെല്ലാം കള്ളന്മാരാണ്. അതിന് അധികാരമില്ലാത്തവരെല്ലാം കള്ളന്മാരാ. അവിടെ നിന്ന് വായിച്ചതിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ഈ അധികാരം ഉണ്ടോ ആർക്കെങ്കിലും? ഇതാണ് നമ്മളൊക്കെ വായിക്കുമ്പോ പലർക്കും ക്ലിക്ക് ആകാതെ കിടക്കുന്നത്. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? ദൈവമാകുന്നു എന്നുള്ളതിന്റെ തെളിവെന്താണ്? തന്റെ ജീവനെ കൊടുക്കണം, എന്നിട്ട് അത് വീണ്ടും പ്രാപിക്കണം. ഇവിടെ ആർക്കെങ്കിലും അധികാരമുണ്ടോ? തന്റെ ജീവനെ വെടിഞ്ഞിട്ട് ആ പോയ പ്രാണനെ തിരിച്ചു പിടിക്കാൻ ശക്തിയുള്ള എത്ര ദൈവങ്ങൾ ഈ ഭൂമിയിലുണ്ട്? തിരിച്ചറിയേണ്ട കാര്യം, ദൈവമാണെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ, നേച്ചേഴ്സ് കാണണം. അതാണ് ഈ അധികാരമില്ലാത്തവരാണ് കള്ളനും കവർച്ചക്കാരനും. കാര്യം ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയും, ഞാൻ എന്റെ ജീവനെ കൊടുക്കുകയും, അടുത്ത വായിക്കുന്നത്, എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അടുത്ത വാക്യം, ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. വായിച്ചേ. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, എന്തെടുത്ത് കളയുന്നില്ല? ഇത് വെടികിട്ടണമെന്നുണ്ടെങ്കിൽ അഭിഷേകം പ്രാപിക്കണം. എന്നതാ എടുത്തു കളയുന്നതെന്ന്? അഭിഷേകം ഇല്ലാതെ വായിച്ച ഏതാണ്ട് പോയി ഏതാണ്ട് വന്നു എന്ന് പറയും.
ഇതാണ് അഭിഷേകമില്ലാത്തവനുള്ള. രക്ഷിക്കപ്പെടാത്തവർ കൂത്തിയിരുന്ന് വായിച്ച് മനപ്പാടമാക്കുക ഓരോ വാക്കൊക്കെ വെറുതെ സമയം കൊല്ലിയായിട്ട് നടക്കാതെ കാര്യം മനസ്സിലാക്കണം. രക്ഷിക്കപ്പെടണം, പാപത്തെ മാറ്റണം. ആമേൻ. അവിടെ വായിക്കുന്ന എന്താണ്? ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. അതിന് കാരണം എന്താണ്? ക്രിസ്തുവിന്റെ ജീവനെ ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. അത് പുത്രന് ലഭിച്ച അധികാരമാണ്. പുത്രൻ അത് സ്വതവേ കൊടുക്കുകയാണ്. തെളിവെന്നാന്നറിയാവോ? പലയിടത്തും വെച്ച് കർത്താവിനെ കല്ലെറിയാൻ വന്നു, കൊല്ലാൻ വന്നു. അവിടെ നിന്നൊക്കെ കർത്താവ് ഒഴിഞ്ഞു പോയി. കാര്യം ആരുടെ കൈക്കീഴിൽ വെച്ച് കൊടുക്കാൻ കഴിയുന്നതല്ല. കാര്യം ഈ തന്റെ ജീവനെ അർപ്പിക്കേണ്ട സമയമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അത് ആ സമയവും നാഴിക ഇതുവരെ ആയിട്ടില്ല. അതിനു മുമ്പ് ആരൊക്കെ കർത്താവിനെ പിടിക്കാൻ വന്നാൽ നടക്കത്തില്ല, കൊല്ലാൻ വന്നാൽ നടക്കത്തില്ല. എത്രയോ ഇടത്തു നിന്ന് കർത്താവ് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ആളിയ കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭ ദശയില് കർത്താവ് എവിടെ ചെന്നു? സിനഗോഗിൽ ചെന്ന് പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോ എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു, അല്ലേ? പതിഞ്ഞ ഉടനെ അവര് പറഞ്ഞു, നിങ്ങൾ ഈ ദേശം എന്നോട് പറയും ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവസാനം കർത്താവ് പറഞ്ഞു, ഞാൻ ജാതികളുടെ അടുക്കലേക്ക് തിരിയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ യഹൂദന്മാർക്ക് ദേഷ്യം വന്ന് അവനെ തള്ളി അങ്ങോട്ട് കൊണ്ടുപോയി പട്ടണത്തിന്റെ വക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ വലിയൊരു കൊക്ക പോലെ ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് തലകീഴായിട്ട് അവനെ വീഴിച്ച് കൊല്ലുവാനായിട്ട് കൊണ്ടുചെന്നു. പക്ഷെ അവിടം വരെ ചെന്നപ്പോ എന്നാ പറ്റി? അവരുടെ കണ്ണിനൊരു അന്ധത പിടിച്ചു, അല്ലെ? ആളെ തിരിച്ചറിയാൻ മേലാതെ വന്നു. മുമ്പേ നടന്ന് പുറകിൽ നിന്ന് തള്ളി മുമ്പേ നിൽക്കുന്നവർക്ക് കണ്ണ് കാണത്തില്ല. എങ്ങോട്ട് പോകുന്ന ആര് പോകുന്നു? കർത്താവിന്റെ മുമ്പിൽ നിന്ന് സൂപ്പറായിട്ട് ഒഴിഞ്ഞു പോകും. ഇതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ആ ചെയ്ത അത്ഭുതത്തിന്റെ കാരണം ഇതാണ്. ആ ചെയ്ത അതിശയത്തിന്റെ കാരണം ഇതാണ്. എന്താണ് ആ വാക്യം? ഒന്ന് വായിച്ചേ. ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. പീലാത്തോസിനോട് പറഞ്ഞു, മുഖത്ത് നോക്കി പറഞ്ഞു, അവന്റെ അരമനയ്ക്ക് നിന്നിട്ട് അവനോട് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ പൊന്നുമോനെ നിന്റെ അപ്പനപ്പൂപ്പന്മാരെ എഴുന്നേറ്റ് വന്ന് സിംഹാസനത്തിൽ ഇരുന്നിടാനിരിക്കും എന്നെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന. ആരോടാ പറഞ്ഞേ? ഹല്ലേലൂയ. ആരോടാ പറഞ്ഞേ? റോമിന്റെ അധിപതിയോടാ പറയുന്നത്. മുഖത്ത് നോക്കി, അല്ലേ? അപ്പുറത്തെ ഹേരോദാവ് കണ്ടപ്പോ എന്നാ പറ്റി? നീ അത്ഭുതം ചെയ്യുന്ന ചോദിച്ചു. ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. ഒന്നും ചെയ്യുന്നില്ല. ആ നിലപാടിന് കാരണം എനിക്ക് ഈ അധികാരം തന്നവൻ സ്വർഗത്തിലുണ്ട്. ഇത് മനുഷ്യർക്കാർക്കും ഇത് എടുത്തു കളയാൻ കഴിയത്തില്ല. പിന്നെ എപ്പോഴാണ് സാധിക്കുന്നത്? ഞാൻ അനുവദിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ നിന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പുത്രൻ അധികാരം നൽകിയാണ് പുത്രനെ പിതാവ് സ്വർഗത്തിൽ നയിക്കുന്നത്. ഹല്ലേലൂയ. ഇത് പുത്രനെ പ്രസംഗിക്കണം, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കണം. അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പുത്രനാകുന്ന യേശുക്രിസ്തു പറഞ്ഞു, ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. കണ്ടോ? അതിനെ കൊടുക്കുവാൻ, അതായത് തന്നിൽ നിന്ന് പ്രാണനെ കൊടുക്കുവാനും പുത്രൻ അധികാരമുണ്ട്. അടുത്തത് വീണ്ടും പ്രാപിക്കുവാനും എനിക്ക് അധികാരമുണ്ട്. അടുത്ത വാക്യം, എപ്പോഴാ? അയക്കപ്പെടുന്നതിന് മുമ്പേ സ്വർഗത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ നിന്നെ സ്വതന്ത്രം അയക്കുകയാണ്. ആദിജാതൻ നിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനോട് പറയുകയാണ്, നിനക്ക് ഞാൻ അധികാരം നൽകുന്നു. നിന്റെ പ്രാണനെ നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നീ സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കുവാനും അതിനെ തിരികെ പ്രാപിക്കുവാനും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. ഇത് ദൈവത്തിന് മാത്രം കൊടുക്കാൻ കഴിയുന്ന അധികാരമാണ്. ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയുന്ന അധികാരമാണ്. മനുഷ്യരാകുന്ന നമുക്കിത് കേൾക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പറ്റുമോ? ആളുകൾ ഇന്നും 2000, 3000 ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്നും മരണം ആസ്വദിക്കാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? തന്റെ ജീവനെ കൊടുത്തിട്ട് വീണ്ടും പ്രാപിക്കാൻ അധികാരം ആർക്കെങ്കിലും ഉണ്ടോ? സകല മതങ്ങളും നോ പറയുമ്പോൾ ഇതിന് ഉവ്വ എന്ന് പറയുന്ന ഒറ്റ ഗ്രന്ഥമേ ഈ ഭൂമി സൃഷ്ടിയുള്ളൂ. അത് ഈ തിരുവെടുത്ത് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ചെയ്തതെന്നാണ്, തന്റെ പ്രാണനെ കൊടുക്കുവാനും തന്റെ പ്രാണനെ തിരികെ പ്രാപിക്കുവാനും പുത്രന് അധികാരമുണ്ട്. ഹല്ലേലൂയ. വായിച്ചേ. ഈ വചനം നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ പിന്നെയും കണ്ടു, ഇവർക്ക് അഭിഷേകമില്ല. ശ്രദ്ധിക്കണം, ഇവർക്ക് അഭിഷേകമില്ലാത്തവർ ഇത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് പിടികിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി 10-ാം അധ്യായം ഒന്ന് വായിച്ചേ. ഇപ്പൊ മനസ്സിലാവും ആടേതാന്ന്, ഇടയൻ എന്താന്നും, കള്ളൻ ആരാന്നൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ. അതായത് തന്റെ ആത്മാവിനെ കൊടുക്കുവാനും
അതിനെ തിരികെ പ്രാപിക്കുവാനും അധികാരമുള്ളവനാണ് നല്ല ഇടയൻ. അവനാണ് മനുഷ്യർക്ക് ആവശ്യമുള്ളവൻ. അവനിലൂടെ മാത്രമേ മനുഷ്യർക്ക് വീണ്ടെടുപ്പ് സാധിക്കത്തുള്ളൂ. അവനാണ് യോഗ്യൻ. മനസ്സിലാക്കണം. ആ ഗുണങ്ങളില്ലാത്തവനൊക്കെയും കള്ളൻ എന്ന ടൈറ്റിലാണ് ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചിരിക്കുന്നത്. വായിച്ചേ. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ. ഏതാ വാക്യ വായിക്കുന്നത്? 10:14. 10:1 മുതൽ വായിക്കാൻ പറയും. ഇവിടെ ശ്രദ്ധിക്കുക. 10:1 മുതൽ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. വായിച്ചേ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ കൂട്ടത്തിൽ കൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ. അപ്പോ വാതിലെന്താ? ക്രിസ്തു. ഞാൻ തന്നെ വാതിൽ. അപ്പൊ ക്രിസ്തു ആരാ? അവൻ ജീവനെ കൊടുക്കുകയും തിരികെ പ്രാപിക്കാൻ അധികാരമുള്ളവനാ ക്രിസ്തു. അവനാ വാതില്. അപ്പോൾ അങ്ങനെ ജീവനെ കൊടുത്ത് തിരികെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ താൻ കൊടുക്കുമ്പോൾ അകൃത്യം വഹിച്ചു മരിക്കുകയും താൻ തിരികെ പ്രാപിക്കുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവരെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന അധികാരമുള്ളവൻ. ഇതാണ് വാതിൽ. ഈ വാതിലിലൂടെ ഒരു മനുഷ്യനും വരാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യനും വരാൻ കഴിയത്തില്ല. മോശയ്ക്ക് സാധിച്ചോ? ഇല്ലല്ലോ. ഏതെങ്കിലും പ്രവാചകന്മാർക്ക് സാധിച്ചോ? ആർക്കും സാധിക്കത്തില്ല. ഹല്ലേലൂയ. മനസ്സിലാക്കണം. പാപത്തിന് പരിഹാരം വരണം, മരണത്തിൽ നിന്ന് ഉയർക്കണം. ഹല്ലേലൂയ. അതിന് തെളിവെന്താ? ഞാനൊരു കാര്യം പറയാം. എന്താ തെളിവ്? നമ്മൾ ഓരോരുത്തരും ഓരോ പശ്ചാത്തലത്തിലായിരുന്നു. വിൻസെന്റ് ആകുന്ന ഞാൻ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ട് ഈ കൃപയിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ എനിക്കിത് മനസ്സിലായി. കാരണം ഇന്നേക്ക് 2000 വർഷം മുമ്പ് ഈ പറയപ്പെട്ട വചനത്തിന് ഉടമയാകുന്ന ക്രിസ്തു എനിക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് എനിക്കിന്നത് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു ശുശ്രൂഷ നടന്നിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വരികയില്ല. നമ്മൾ പാപത്തിൽ നിലനിന്ന് പാപത്തിൽ മരിക്കുമായിരുന്നു. മനസ്സിലായി? അതായത് തെളിവ്. ഇല്ലെങ്കിൽ പ്രസംഗിക്കില്ലല്ലോ. ഇത് അറിയില്ലല്ലോ. ആളെ വിശ്വാസം അങ്ങനെ ഏതെങ്കിലും നാൽക്കവലെ കൊണ്ട് മേശയിട്ട് അതിന്റെ മേളിൽ ഇങ്ങനെ കൊണ്ട് എന്താ പറഞ്ഞ കുഞ്ഞു കൂടിയിട്ടിട്ട് എല്ലാവർക്കും വരുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന സാധനമല്ല രക്ഷ എന്ന് പറയുന്നത്. ഇതിന് വില കൊടുക്കണം. ഇത് വിശ്വസിക്കണം. വിശ്വസിക്കേണ്ടത് വിശ്വസിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചേ. വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാവുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. കണ്ടോ? വാതിലിലൂടെ ഈ അധികാരമുള്ളവനാണ് ആടുകളുടെ ഇടയൻ. മനസ്സിലാകുന്നുണ്ടോ? ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഞാനങ്ങ് കേറിപ്പോയി എന്ന് പറഞ്ഞ് അവൻ ദൈവമാകുന്നുണ്ടോ? ക്രിസ്തു ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് ഒരുത്തം വന്ന് പറഞ്ഞ് അവനെ ദൈവമാക്കാൻ പറ്റുമോ? ഇതിന് അധികാരം വേണം. ഉണ്ടോ? ഹല്ലേലൂയ. ദൈവമാന്ന് പറഞ്ഞ് ഒരുവൻ വന്ന് മുമ്പിൽ വന്ന് നിന്നാ നീ അവനെ അത് നമ്മൾ അടിയും കൊടുത്ത് വിട്ടാൽ മതി. എന്നാ കാര്യം? ഈ അധികാരം ഉണ്ടോ? നിന്റെ പ്രാണനെ, നിന്റെ ജീവനെ കൊടുക്കുകയും അതിനെ നീ മടക്കി വരുത്തുകയും ചെയ്യണം. 2-3 മണിക്കൂർ ബോധം കെട്ട് കിടന്നിട്ട് എഴുന്നേക്കുന്ന കാര്യമല്ലേ ഈ പറയുന്നത്. ഹല്ലേലൂയ. പിന്നെയോ അവനെ മരിച്ച് അടക്കപ്പെടണം അല്ലേ? എന്ത് ചെയ്തു? അവനെ എംബാം ചെയ്തിട്ട് എവിടെ അടക്കിയത്? അകത്തൊന്നും ഇല്ല. വല്ല ഉണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയാണ് അവനെ അടക്കിയത്. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തേജോമയനായിട്ട് പുറത്തു വന്നു. എങ്ങനെ? ഇതാണ് ഈ അധികാരമുണ്ട്. ഹല്ലേലൂയ. ഈ അധികാരം പിതാവിനാണ് കൊടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ തന്നെ മടിയിലിരുന്ന് ഏകജാതൻ ചെയ്തു എന്നാണ് മനസ്സിലാക്കണം. ഇത് തിരിച്ചറിഞ്ഞ് വേണം കേട്ടോ ദൈവത്തെ ആരാധിക്കാൻ. കർത്താവിനെ മനസ്സിലാക്കേണ്ട. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കർത്താവിനെ ആരാധിക്കാൻ. ഇരുന്ന് ഉറങ്ങുന്നവർക്കൊന്നും മനസ്സിലാവത്തില്ല. വായിച്ചേ. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം. ആരാ രക്ഷിക്കപ്പെടുന്നതെന്നറിയാവോ? ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ പിതാവിന്റെ തിരുഹൃദയത്തിൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ മാത്രമാ രക്ഷ പ്രാപിക്കുന്നുള്ളൂ. കാര്യം ഈ ആടുകൾ മാത്രമാ ഇടയന്റെ ശബ്ദം കേൾക്കുന്നുള്ളൂ. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് സത്യമാണെന്ന് മനസ്സിലായി വന്നത്? എനിക്കിത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ വാക്കല്ലെന്ന് മനസ്സിലാവുന്ന കാര്യം, എന്റെ ആത്മാവിനോട് ഇടപെടുന്ന ഒരു ശബ്ദമുണ്ട്. അത് ഈ തലമുറയിലോ ഈ സൃഷ്ടിയിലോ ഉൾപ്പെടാതെ വന്ന ഒരു ദൈവ ശബ്ദമാണത്. ഹല്ലേലൂയ. ആ ശബ്ദം എന്നെ വിശ്വസിക്കുവാൻ ഇടയാക്കി. ആ ശബ്ദം എന്നെ അവന്റെ ആലോചനയ്ക്ക് എന്നെ തന്നെ വിധേയപ്പെടുവാൻ ഇടയാക്കി. ആ ശബ്ദം എന്നെ സ്വത്രം ഉറവിടമാകുന്ന ക്രിസ്തുവിലേക്ക് തിരിക്കുവാൻ ഇടയാക്കി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശബ്ദം വിട്ടു പോകാൻ ആർക്കെങ്കിലും സാധിക്കുമോ? രക്ഷ എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് ഇതിന് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? സുവിശേഷം പറയുക. ഇതിന്റെയൊക്കെ താഴെ ഹൃദയത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ അവർ ക്രിസ്തുവിനുള്ളവരാണ്, ദൈവത്തിനുള്ളവരാണ്.
അവർ പാപത്തെ ഉപേക്ഷിക്കും, വീണ്ടും ജനിക്കും. ഇന്ന് നമ്മൾ കാണുന്നത് രക്ഷിക്കപ്പെടാതിരിക്കുന്നതിന് കാരണം എന്തുകൊണ്ടാ പറഞ്ഞേ? രക്ഷിക്കപ്പെടാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പറഞ്ഞാൽ സുവിശേഷമല്ല പലയിടത്തും പ്രസംഗിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രോപ്പർ സുവിശേഷമോ പ്രസംഗിച്ചെങ്കിൽ അവർ ഈ ഉദ്ദേശിക്കുന്ന സന്തോഷവും സമാധാനവും ഒന്നും അവിടെ ഉണ്ടാവും. ഇവിടെ ഭയങ്കര കലക്കങ്ങളെ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ പേടിച്ച് വിറച്ച് പേരിന് ദൈവത്തെ കളിപ്പിക്കാനായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയെന്നും വന്നു. എന്നാൽ പറയേണ്ടത് പറഞ്ഞുമില്ല. അർത്ഥം കൊണ്ടും ലേബലും കൊണ്ട് ഇവിടെ വിശ്വാസികളാണെന്ന് പറഞ്ഞ് ഇരിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട്? നല്ല പരിപാടിയല്ലേ? വായിച്ചേ, തുറന്നു വായിക്കേ. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച്. അപ്പോൾ പേര് ചൊല്ലി നമ്മളെ വിളിച്ച ദൈവമാണ് കർത്താവ്. പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ഈ നടക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ എബ്രായ ലേഖനത്തിന്റെ നമ്മൾ വായിച്ച 2-ാം അധ്യായത്തിൽ വായിച്ചത്. എന്താണ്? ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? സ്തോത്രം. സകലത്തിലാക്കും സകലത്തിന് കാരണബോധനമായ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, ഇവിടെ ഈ ആടുകളെ ഇടയൻ മുമ്പേ നടക്കും, ആടുകൾ പിൻപിൽ നടക്കുകയും ചെയ്യുന്നു. ആലങ്കാരികമായി പറയുമ്പോൾ അക്ഷരീകാർത്ഥ എബ്രായ ലേഖനത്തിന്റെ അത് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് സകലത്തിലാക്കും സകലത്തിന് കാരണബോധനമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമാകുന്നു. അപ്പൊ തേജസ്സിലേക്ക് നമ്മളെ നടത്തുന്ന കർത്താവ് തേജസ്സിലേക്ക് നടത്തുകയാണ്. തേജസ്സിന്റെ ഉറവിടമാകുന്ന പിതാവിന്റെ തേജസ്സിലേക്കാണ് നമ്മളെ നടത്തുന്നത്. നമുക്ക് പിതാവിലേക്കുള്ള വഴി നമുക്ക് അറിയാവോ? അറിയത്തില്ല. നമുക്ക് സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്കുള്ള വഴി അറിയത്തില്ല. അത് ആകെ അറിയാവുന്ന ആർക്കേ ഉള്ളൂ? അത് പുത്രനെ, തന്റെ മടിയിലിരുന്ന ഏകജാതനെ സ്വർഗത്തിലേക്കുള്ള പുതുവഴി അറിയത്തുള്ളൂ. ഹല്ലേലൂയ. ഈ പുതുവഴി അറിയാതെ ഒരുവൻ ജീവിച്ചു മരിച്ചാൽ അവന്റെ ആത്മാവ് ചെന്ന് ചേരുന്നത്, രക്ഷിക്കപ്പെടാത്തവന്റെ ആത്മാവ് ചെന്ന് ചേരുന്നത് അവന്റെ പിതൃക്കളെല്ലാം കിടക്കുന്ന ഇടത്തേ ചെല്ലത്തുള്ളൂ. മനസ്സിലായി? അവരുടെ പൂർവികര്, അവരുടെ അപ്പനപ്പൂപ്പന്മാരെല്ലാം എവിടെ കിടന്നു അവിടെ ചെല്ലത്തുള്ളൂ. അതെവിടെയാ? അതിനെക്കുറിച്ച് പാതാളം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, സ്വർഗം ദൈവത്തിന്റെ സിംഹാസനം സ്വർഗത്തിൽ ഇരിക്കുകയാണ്. അവിടെ പോകും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അകൃത്യം വഹിച്ചു, നമ്മുടെ പാപത്തിന് മോചനം ലഭിച്ചു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശ്രദ്ധിച്ചേ, ഈ പരിശുദ്ധാത്മാവിഷയം ലഭിക്കുന്ന ആർക്കാന്നറിയോ? പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചവർക്കാ. ഇത് ദൈവം മുദ്ര വെക്കുകയാണ്. എന്നെ കർത്താവിന്റെ രാജ്യത്തിൽ കൊണ്ടുപോകാൻ പദ്ധതി ഇട്ടിരിക്കുന്നു. അതിനാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് അനുസരിച്ച് നടക്കണം. ഒരു കാര്യം പറയാം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതെ ശ്രദ്ധിക്കണേ, സ്വർഗരാജ്യത്തിൽ പോകുവോ? ആരെങ്കിലും ശക്തിയില്ലാതെ ആരെങ്കിലും പോകുവോ? പറഞ്ഞേ. ബോധത്തിൽ നിന്ന് ഉറക്കപ്പറ. അഭിഷേകം ഇല്ലല്ലോ, ഉറക്കപ്പറഞ്ഞോണം. ഹല്ലേലൂയ. വായിച്ചേ. തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായതുകൊണ്ട്. ഈ അന്യന്മാരുടെ ശബ്ദത്തിന്റെ പ്രത്യേകത എന്നാ? അന്യന്മാർ അവരുടെ ജീവനെ കൊടുക്കുകയും തിരികെ പ്രാപിക്കാൻ അധികാരമില്ലാത്ത ശബ്ദങ്ങളാണ് മറ്റ് ശബ്ദങ്ങൾ. ജീവനെ കൊടുക്കുവാൻ അധികാരമില്ലാത്ത ശബ്ദങ്ങളാ. അത് നിർണയപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ടവര് കേൾക്കത്തില്ല. അതുകൊണ്ട് മറ്റെവിടെയെങ്കിലും രക്ഷയുണ്ടെന്ന് വിചാരിച്ച് പരതുന്നുണ്ടോ? ഇല്ല. ഉണ്ടോ? ഈ തിരുവഴുത്ത് വിട്ട് വേറെ എവിടെയെങ്കിലും രക്ഷയുണ്ടെന്ന് വിചാരിച്ച് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. അന്യന്റെ ശബ്ദം കേൾക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: തന്റെ ജീവനെ കൊടുക്കുകയും അത് വീണ്ടും തിരികെ പ്രാപിക്കുവാൻ തക്കവണ്ണം അധികാരം പിതാവ് പുത്രന് കൊടുത്തിട്ടുണ്ട്. ഇവനാണ് യഥാർത്ഥ ഇടയൻ. മറ്റാരെങ്കിലും ദൈവമാണെന്നോ രക്ഷകനാണെന്നോ എന്നൊക്കെ പറഞ്ഞ് വേഷം കെട്ടിയാലും ഈ പറയുന്ന വചനത്തിന് മുമ്പിൽ ഇവരെ തൂക്കി നോക്കുമ്പോൾ വലിയ ആന മൊട്ടയാണ്, അല്ലേ? തന്റെ പ്രാണനെ ജീവനെ കൊടുക്കുകയും അതിനെ തിരികെ പ്രാപിക്കുകയും ചെയ്യുവാൻ അധികാരം ഉണ്ടാകണം. അവൻ ദൈവമാണ്, അല്ലേ? ഹല്ലേലൂയ. ജീവനെ കൊടുക്കണം. ഇത് തെളിവെന്താണ്? ഹല്ലേലൂയ. ഇതൊക്കെ സംഭവിച്ചെന്നുള്ള തെളിവെന്താണ്? ഇന്നത്തെ തെളിവെന്താണ്? എന്താണ്? ശ്രദ്ധിച്ചേ, ഇവിടെ വന്നേ. ഹല്ലേലൂയ. വീട്ടിൽ പോയി ധ്യാനിക്കുക. ഇപ്പൊ പറയുന്ന കാര്യം കേൾക്കുക. ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളതിന് തെളിവെന്താണ്? ഇന്നത്തെ പ്രസന്റ് ആയിട്ടുള്ള തെളിവെന്താണ്? കാണത്തക്ക തെളിവെന്താണ്? എന്താണ്? അറിയത്തില്ല. അത് ഇല്ലാത്തതുകൊണ്ടാണ് നോക്കിയിരിക്കുന്നത്. പരിശുദ്ധാത്മാഭിഷേകം. ഹല്ലേലൂയ. വായിച്ചേ. അഭിഷേകം ഇല്ലാത്തതുകൊണ്ടാണ് സംശയിക്കുന്ന കാര്യം. അത് അറിയത്തില്ല.
ഈ കർത്താവ് കാൽവറി തകർക്കപ്പെട്ടു, എന്റെ അകൃത്യത്തിന് വേണ്ടി തകർക്കപ്പെട്ടു, ആ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചു. എന്നെ നേരായ വഴിയിൽ നടത്തേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ വന്നപ്പോഴല്ലേ സകല പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വന്നത് അല്ലേ? അത് അറിയത്തില്ലാത്ത ആർക്കാ? അഭിഷേകം ഇല്ലാത്തവർക്കാണ് സംശയം. അഭിഷേകം ഇല്ലാത്തവർക്കാണ് ഇതിനെ കുറിച്ച് ഉത്തരം അറിയാൻ മേലാത്തത്. അത് ആരാ? സ്നാനപ്പെട്ടിട്ടും അഭിഷേകം പ്രാപിക്കാത്തവർ, വർഷങ്ങളായി തിരുമേശ എടുത്തിട്ട് അഭിഷേകമില്ലാത്തവർ. വായിച്ചോ. അന്യന്മാരുടെ ശബ്ദം അറിയായത് കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകും. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു, എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. കാരണം എന്നാ? ഹല്ലേലൂയ. എന്തുകൊണ്ടായിരിക്കും? ഹല്ലേലൂയ. വായിച്ചേ. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവാണ് മുഴു ലോകത്തിന്റെയും രക്ഷകൻ. അവനിലൂടെ മാത്രമേ പിതാവിന്റെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് പോകത്തുള്ളൂ. വേറെ ഒരു വാതിൽ ഇല്ലവേ ഇല്ല. വായിച്ചേ. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളോ അവരുടെ വാക്കു കേട്ടില്ല. അപ്പൊ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരും മറ്റൊന്നിലേക്ക് പോകുകയില്ല. എന്നാണോ പുത്രനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ഇവർക്ക് വരുന്നത്, അന്ന് സ്വന്തം മറ്റെല്ലാത്തിനും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ ഇവർ അനുഗമിക്കും. ഇവർ പ്രസ്ഥാനത്തെ നോക്കി പോകത്തില്ല, വ്യക്തികളെ നോക്കി പോകത്തില്ല, മറ്റു സാഹചര്യങ്ങളെ നോക്കി പോകത്തില്ല. ഇവരുടെ രക്ഷയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചാട്ടെ. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളോ അവരുടെ വാക്കു കേട്ടില്ല. വായിച്ച വാക്യം അടുത്ത വാക്യം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഇവിടെ ശ്രദ്ധിക്കണം. വാതിലാകാൻ കാരണം എന്താ? തന്റെ പ്രാണനെ കൊടുക്കുകയും തന്റെ ആത്മാവിനെ കൊടുക്കുകയും തിരികെ പ്രാപിക്കുകയും ചെയ്യുവാൻ അധികാരമുള്ളവനാണവൻ അല്ലേ? അവനാണ് വാതിൽ. കർത്താവ് പറയുന്നത് അവിടെ വായിക്കുന്നത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുകയാണ്. അകത്തു വരികയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. സഹോദരൻ അവിടെ വായിക്കുന്നത് തന്നെ, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും. നമുക്ക് നിലനിൽക്കുന്ന ഒരു ഭവനം ഉണ്ടാക്കാൻ കർത്താവ് പോയിട്ടുണ്ടില്ലേ? അവിടെ നമ്മളെ എത്തിക്കുന്നതിന് നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന വ്യക്തി നമ്മുടെ ആത്മാവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പുറത്തു കൊണ്ടുപോയി നമുക്ക് മേച്ചിൽ കണ്ടെത്തണം. അവന്റെ നിത്യമായ ഭവനത്തിൽ, ഹല്ലേലൂയ, സ്വർഗത്തിൽ, പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലം ഉള്ളിടത്ത് തന്നെ നമുക്കും ഒരിടം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കാണ് ഈ അനുഗ്രഹത്തിന് യോഗ്യത ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. വളരെ ആഴമുള്ള വിഷയം. വായിച്ചേ. മനസ്സിലാക്കണം, ഈ ക്രിസ്തുവിലൂടെ അല്ലാതെ പോകുന്ന എല്ലാ കാര്യങ്ങളും ചെന്നെത്തുന്നത് അറുക്കപ്പെടുന്ന അനുഭവമാണ്, മുടിക്കപ്പെടുന്ന അനുഭവമാണ്, തകർക്കപ്പെടുന്ന അനുഭവമാണ്. ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ പണിയപ്പെടുന്ന പദ്ധതി. ക്രിസ്തുവിൽ വന്നാൽ അവൻ പണിയപ്പെടും. എന്തിനാണ്? ദൈവ രാജ്യത്തിന് വേണ്ടി. വായിച്ചേ. അല്ലാതെ കള്ളൻ വരുന്നില്ല, ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നു. കാരണം ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു വിടും. പക്ഷെ എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? നമ്മൾ അപ്പുറത്ത് വായിച്ചതിന്റെ യഥാർത്ഥ തന്റെ ജീവനെ കൊടുക്കുവാനും അല്ലേ? അവിടെ വായിക്കുന്നത്, എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുക കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ പിതാവിന്റെ സ്നേഹം എന്താണ്? ആ വാക്യം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എൻ്റെ സ്തോത്രം ആത്മാവിനെ, അല്ലെങ്കിൽ എൻ്റെ ജീവനെ തന്റെ ആത്മാവിനെ കൊടുക്കുകയും അതിനെ തിരികെ പ്രാപിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പിതാവിന്റെ സ്നേഹം. പിതാവിന്റെ സ്നേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? തന്റെ പ്രാണനെ കൊടുക്കുമ്പോഴും തിരികെ പ്രാപിക്കുകയും ചെയ്യുമ്പോൾ പിതാവിന്റെ സ്നേഹമാണ് പുത്രനെ അതിന് പ്രാപ്തമാക്കുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമാ അവൻ നിലനിൽക്കത്തുള്ളൂ. നമ്മൾ ഈ കാണുന്ന ഇറോസും അല്ലെങ്കിൽ സ്തോത്രം അഗാപ്പയൊന്നും അല്ല. ഇറോസോ
അല്ലെങ്കിൽ മറ്റെന്താ സ്തോത്രം, ഫിലയോയോ ഇറോസോ അല്ല, അഗാപ്പയാണ്. എന്താണ് അഗാപ്പെ? താൻ സ്വത്ത് കൊടുക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. തന്റെ ജീവനെ മറ്റുള്ളവർക്കായിട്ട് കൊടുത്തുകൊണ്ട് അവരെ സ്നേഹിക്കുന്നു. ഇതാണ് പുത്രനെ, തന്റെ ഏകജാതനാകുന്ന പുത്രനെ നമുക്ക് വേണ്ടി നൽകി നമ്മുടെ അകൃത്യം പുത്രന്റെ മേൽ ചുമത്തി പുത്രനെ തകർക്കുമ്പോഴാണ് പിതാവിന്റെ അഗാപ്പെ, അവന്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കുന്നത്. ശ്രദ്ധിക്കണം, നമ്മൾ ഇതുപോലെ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നവർ നാം വില കൊടുത്തേ മതിയാകത്തുള്ളൂ. മറ്റുള്ള ലോകം പോകുന്നത് പോലെ മറ്റുള്ളവർ പോകുന്നത് പോലെ ഒന്നും നമ്മുടെ ലൈഫ് പോകാതെ വരുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിവർത്തിക്കപ്പെടാനാണ് കർത്താവിനെ ആരും പോകാത്ത വഴിയിലൂടെ നടത്തുന്നത്. കാരണം വില കൊടുക്കണം. പുത്രൻ വില കൊടുത്തു. വില കൊടുത്ത് എന്താ? തന്റെ പ്രാണനെ കൊടുത്തു. ഇത് വില കൊടുത്തതാണ്, ഇല്ലേ? അടുത്തെന്താണ്? പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു വന്നു. വില കൊടുത്തതാണ്. ഇതുപോലെ നമ്മളും വില കൊടുക്കണം. നമ്മുടെ സമയം വില കൊടുക്കണം, നമ്മുടെ ആയുസ് വില കൊടുക്കണം, നമ്മുടെ ആരോഗ്യം വില കൊടുക്കണം. ഇതെല്ലാം വില കൊടുക്കണം. ഇന്നത്തെ തലമുറ ഇതിനൊന്നും റെഡിയല്ല. അവർക്ക് ലോകത്തിൽ സുഖിക്കണം. എന്നിട്ട് വില കൊടുത്തവരാന്നും പറഞ്ഞ് പാട്ട് പാടാനേ അറിയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? വില കൊടുക്കാൻ അറിയത്തില്ല. വില കൊടുക്കാത്തവരെ ചേർക്കാനല്ല, വില കൊടുത്തവരെ ചേർക്കാനാ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നത്. വായിച്ചേ, ഇത് നമ്മൾക്ക് ഭാഗം നമുക്ക് വായിക്കാനുണ്ട്. അതുകൊണ്ടാ വേഗം വായിച്ചേ. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കട്ടെ, ക്രിസ്തുവിനെ കൂടാതെ മറ്റേത് ഇടയന്റെ കൂടെയും മനുഷ്യര് പോയാൽ എന്ത് സംഭവിക്കും? ചെന്നായ വരും, പിശാച് വരും. പിശാച് വന്ന് അതിനെ തകർക്കും, മുടിച്ച് ഒരിക്കലും സുഖം വരാത്ത നിലവാരത്തിലുള്ള മുറിവുകൾ സൃഷ്ടിച്ച് വഴിയിൽ തള്ളും. ഹല്ലേലൂയ. ചെന്നായ എങ്ങനെ പോവില്ല? രക്തം കുടിക്കുന്നവനാ, അല്ലെ? രക്തം കുടിക്കുന്നവനാ. എന്നാൽ മനസ്സിൽ നമുക്ക് വേണ്ടി രക്തം കൊടുത്തവൻ നമ്മുടെ രക്തം ഊറ്റാൻ കർത്താവ് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടാത്തവന്റെ പ്രാണന് നേരെ നായ്ക്കൾ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. അത് എപ്പോഴവൻ കടന്നു വന്ന് ചീന്തുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. പറ്റുമോ? രക്ഷിക്കപ്പെടാത്തവരും അവരോട് പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ വാങ്ങ, സ്നാനപ്പെട്, വേർപെടുന്ന് പറയുമ്പോ ഇല്ല, ഞാൻ രക്ഷപ്പെട്ടത് ഇപ്പോഴാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിന്റെ രക്തം നക്കാൻ നായ കടന്നു വരുന്ന സമയമുണ്ട്. ഹല്ലേലൂയ. വെറുതെ ഉള്ള കാര്യമല്ല. നിന്റെ ആത്മാവ് സേഫ് ആക്കണം. അനേകർ അവരുടെ ആയുസിൽ ചെയ്യാത്ത അവരുടെ ആത്മാവ് സേഫ് ആകാൻ വേണ്ടിയുള്ള ഒരു കാര്യവും ചെയ്യത്തില്ല, അല്ലേ? ആത്മാവിനെ സേഫ് ആക്കിയേ മതിയാകത്തുള്ളൂ. അതാണ് രക്ഷയുടെ പദ്ധതി എന്ന് പറയുന്നത്. രക്ഷയുടെ പദ്ധതി എന്ന് പറയുന്നത് ആത്മാവിനെ സേഫ് ആക്കണം. ആമേൻ. വായിച്ചേ. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയും. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. കാരണം മറ്റ് ഈ വിശ്വാസമല്ലാത്ത വിശ്വാസങ്ങളൊക്കെ അവരുടെ ആത്മാവിന്റെ നിത്യത എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധ്യമോ ഗ്രാഹ്യമോ ഉത്തരവാദിത്വമോ ഇല്ല എന്ന് തന്നെ യേശുക്രിസ്തു പറയുന്നത്, അല്ലേ? ക്രിസ്തു നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യേകത തന്നെ നമ്മുടെ ആത്മാവിന്റെ നിത്യത എവിടെ? അതാണ് നമ്മുടെ എപ്പോഴത്തെയും ചിന്ത, അല്ലേ? മറ്റൊന്നുമല്ല, നമ്മുടെ ആത്മാവിന്റെ നിത്യത എവിടെയാണ്? ഹല്ലേലൂയ. മറ്റുള്ളവർ മനസ്സിലാക്കണം, ആത്മാവിന്റെ നിത്യതയെ കുറിച്ചല്ല അവർക്ക് ബോധ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. അവർക്ക് ബോധിച്ച വഴിയിൽ ജീവിക്കുകയും പോവുകയും ചെയ്യുന്നു. പാപത്തെ കുറിച്ച് അവർക്ക് യാതൊരു തിരിച്ചറിവോ കാര്യങ്ങളോ ഇല്ല. പാപത്തിൽ മുഴുകിൽ അവർക്ക് ബോധിച്ച വഴികളിലെല്ലാം നടക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു രക്ഷിക്കപ്പെടാത്തവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാതെ ഈ ക്യാൻസറോ ഇരിക്കുന്നവന് സോപ്പ് തേക്കാൻ പോകരുത്. അവന്റെ ഓരോ വിഷയങ്ങൾ പ്രാർത്ഥിച്ച് നേടാൻ വേണ്ടി പോകുന്ന ഈ കൂട്ട് കള്ളന്മാര് ഹല്ലേലൂയ ചെയ്യരുത്. സത്യമേ പറയാവുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് നൽകിയിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് ദുഷ്ടനെ പരമദുഷ്ടനാക്കാനല്ല. വായിച്ചേ. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും. കണ്ടോ? അപ്പൊ കർത്താവിനുള്ളവയെ കർത്താവ് പറയുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടതിന് ഓർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തുന്ന മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നു, നമ്മൾ തകർന്നു പോകുമായിരുന്നു. നമ്മുടെ രക്തത്തെ നക്കാൻ കൊതിച്ചിരുന്ന നായ്ക്കളുടെ പക്ഷത്തു നിന്നാണ് നാം ക്രിസ്തുവാകുന്ന വാതിലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്.
ഹല്ലേലൂയ. അതുകൊണ്ട് ദുഷ്ടന് നമ്മുടെ മേലെ യാതൊരു അധികാരവും ഇല്ല. ഹല്ലേലൂയ. നമുക്ക് അതേ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ 10 അധ്യായത്തില് സ്തോത്രം അതിന്റെ 24 മുതൽ വായിച്ചേ, അല്ല 23 മുതൽ വായിച്ചോ. യേശു ദൈവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറയുക എന്ന് അവരോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഈ യഹൂദന്മാരുടെ പ്രശ്നം ഇന്ന് സകല മനുഷ്യർക്കും ഉണ്ട്. കർത്താവിന് മുമ്പിൽ ചെന്നിട്ട് പറയുക, നീ മശികയാണെങ്കിൽ നേരെ പറ, ഞാൻ മശിക എന്ന് പറ. ഹല്ലേലൂയ. ഇതിന്ന് അനേകരുടെ ദൈവമാണെന്ന് വ്യക്തമായി പറയണം. ഞാൻ ചോദിക്കട്ടെ, വ്യക്തമായിട്ട് കേട്ടിട്ട് നിനക്കെന്നാ ഗുണം? കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്ന് നേരെ കേട്ടാൽ നിനക്ക് എന്ത് വ്യത്യാസം വരുമെന്ന് നീ പറയുന്നേ? ചിലർ അങ്ങനെയാണ്. സ്പഷ്ടമായിട്ട് പറ, സ്പഷ്ടമായിട്ട്. ഇവര് ചിന്തിക്കുന്നെന്നറിയാം, സ്പഷ്ടമായിട്ട് ഒരിക്കലും ഇവന് പറയാൻ കഴിയത്തില്ലെന്ന, ഉറപ്പിച്ച് പറയാൻ കഴിയത്തില്ല. യേശു ക്രിസ്തു ദൈവമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ലെന്നുള്ള ഒരാശ അകത്ത് കിടപ്പുണ്ട്. ഈ രോഗം യഹൂദന്മാർക്കും ഉണ്ടായിരുന്നു. വായിച്ചേ, അതിനെങ്ങനെയാ കർത്താവിന്റെ പ്രതികരണം നമുക്ക് നോക്കാം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, കർത്താവ് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, മക്കൾക്ക് ചെവി കേൾക്കത്തില്ലെന്ന് വെച്ചോണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? വിശ്വസിക്കാതെ ചോദ്യം ചോദിക്കാൻ എളുപ്പമാ. മനസ്സിലാക്കണം, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വില കൊടുക്കുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ജീവിതത്തിൽ അനുഭവം ഇല്ലാതെ ഒന്നും വിശ്വസിക്കത്തില്ലെന്നേ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നില്ല. വായിച്ചേ. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. കാരണം മശിഹ ലോകത്തിൽ ജനിക്കുമ്പോൾ പ്രവചന പുസ്തകങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൈക്കീഴിൽ അത്ഭുതങ്ങൾ നടക്കും, മരിച്ചവർ ഉറക്കും, രോഗികൾ സൗഖ്യമാക്കും, കുരുടന്മാർ കാണും, ചെകിടന്മാർ കേൾക്കും, മുടന്തന്മാർ നടക്കും. ഇതെല്ലാം അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ഇത് ആരുടെ കൈയാൽ നടത്തപ്പെടുന്നോ അവൻ മശികയാണെന്ന് പ്രവചന പുസ്തകത്തിൽ വ്യക്തമായിട്ട് കിടക്കുന്നുണ്ട്. അത് യഹൂദന്മാർക്കും സിനഗോഗിൽ സ്ഥിരമായിട്ട് പോകുന്നവന്മാർക്കും അറിയാമേ. പക്ഷെ പ്രശ്നം അവരിൽ വിശ്വസിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഹല്ലേലൂയ. അപ്പൊ വായിച്ചേ. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. ശ്രദ്ധിക്കണം. അപ്പൊ ആർക്കാ ഇന്നും സുവിശേഷം കണ്ടിട്ട് യേശു ക്രിസ്തു വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് അറിയാവോ? വിളിക്കപ്പെടാത്തവർക്കാ ഇന്നും വിശ്വസിക്കാൻ പറ്റാത്തത്. ഇന്ന് പ്രാർത്ഥന നടക്കുമ്പോൾ വായിക്കോട്ടോ ഉറക്കവും ക്ഷീണവും നിദ്ര ആർക്കാന്നറിയാവോ? വിളിക്കപ്പെടാത്തവർക്കാണ്. ഇന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാത്തവർ ആരാന്നറിയാവോ? വിളിക്കപ്പെടാത്തവരാണ്. അവരെവിടെയുണ്ട്? അവര് കർത്താവിന്റെ അരികിലൊക്കെ ഉണ്ടെന്നേ. ചോദ്യം ചോദിക്കാനും ചാടാനും തുള്ളാനൊക്കെ ആള് കൂടെ ഉണ്ട്. പക്ഷെ അവർക്ക് ഒരിക്കലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയത്തില്ല. പോയില്ലേ. പിന്നെ എന്തുകൊണ്ടാ? എന്ത് ഗുണമുള്ളേ? ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ല. അതിനർത്ഥം എന്താ? സ്തോത്രം. എന്റെ ജീവനെ പ്രാപിക്കേണ്ടതിന് അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. ഞാൻ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിക്കുവാനും അധികാരം ഉണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. അപ്പോൾ അവിടെ വചനം പറയുന്നു, ഞാൻ നല്ല ഇടയനാവുന്നു, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർ ആ കൂട്ടത്തിലുള്ളവരല്ല. ഇവർ സിനഗോഗിൽ പോകുന്നുണ്ട്, ന്യായപ്രമാണ പ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിന് കർത്താവ് പറയാൻ, നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ എന്റെ ആടിന്റെ കൂട്ടത്തിലുള്ളവരല്ല. കാര്യം അങ്ങനെ കൂട്ടത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾ പിതാവിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു. ഇതൊക്കെ വെറുതെ പറയുന്നല്ല ഇത്. കാര്യം തോന്നുന്നു, ഈ കർത്താവായ യേശു ക്രിസ്തു ഒരു വാക്ക് ഒരു ആലങ്കാരിയായിട്ട് പറയുന്നില്ല. ഇത് ലിറ്ററൽ സെൻസ് തന്നെയാണ് ഇതിന്. കാരണം സ്തോത്രം, നീ എന്നെ ഉപദ്രവിക്കുന്നവൻ സംശയിക്കുന്ന നിന്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടെങ്കിൽ നീ എന്നോടുള്ള സംസാരം ഇങ്ങനെ ആയിരിക്കത്തില്ല.
നിനക്ക് എന്നിൽ വിശ്വസിക്കാൻ കഴിയും, പിതാവ് അത് നിന്നെ സഹായിക്കും. പക്ഷെ അങ്ങനെ അല്ലാത്തവർ കുറെ പേര് വന്നിട്ട് അത് നീ കർത്താവാണോ, അങ്ങനെ ആണെങ്കിൽ പറ, അല്ലെങ്കിൽ പറ, ഇതിനൊന്നും മറുപടി കൊടുക്കുകയോ അതിന് ഗൗരവമായ ഒരു ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്നത് ദൈവിക വിഷയമല്ല. കർത്താവിനെ ചോദ്യം ചെയ്യുന്നതിനോ കർത്താവിന്റെ വിഷയത്തെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ച് ദൈവം ഇടപെടുന്ന വിധം കണ്ടോ, ശ്രദ്ധിച്ചോ എങ്ങനെയാന്ന്? അതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. വായിച്ചേ, നിങ്ങൾ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവർ അല്ലായികയാൽ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇന്നാണെങ്കിലും കാര്യങ്ങളും വചനത്തിന്റെ ആഴങ്ങളും ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നെറ്റി വിളിക്കുന്നവരെ ശ്രദ്ധിച്ച്, അവർ വിളിക്കപ്പെട്ടവരല്ല, അവർ സ്നാനപ്പെട്ടിട്ടുണ്ട്. അവര് സ്വന്തം വചനമാകുന്ന വിത്ത് അവരിൽ വന്നിട്ടില്ല. അവർ സ്നാനപ്പെട്ടിട്ടുണ്ട്, സംഘടനയിലുണ്ട്, കർത്തൃമേശ എടുക്കും, എല്ലാ മീറ്റിംഗിന്റെ അകത്തും കാണും, എല്ലാ സംഘടനയ്ക്കകത്തും കാണും. പക്ഷെ അവരുടെ ഹൃദയത്തിൽ വചനമാകുന്ന വിത്ത് പരിശുദ്ധാത്മാവ് എത്തിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അവർ വിശ്വസിക്കുമായിരുന്നു ക്രിസ്തുവിനെ. മനസ്സിലാവുന്നുണ്ട്? അവരെന്റെ കൂട്ടത്തിലുള്ളവരല്ലെന്ന് ഞാൻ പറയട്ടെ. ലോകരെല്ലാം പറയുന്ന ഒരു കാര്യം എന്നാണെന്നറിയാവോ? എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാന്നൊക്കെ പറയും. ചില പ്രാസന്മാർ പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ മുമ്പിൽ വെച്ചാ പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലെന്നേ കർത്താവ് പറയുള്ളൂ. പറഞ്ഞവനും ലജ്ജിക്കും, അവന്റെ കൂടെ സ്തോത്രം പറഞ്ഞവനും സ്തോത്രം നാണം കെട്ടുപോകുള്ളൂ. മനസ്സിലാക്കണം, കർത്താവിൽ വിശ്വസിക്കാത്തവരൊന്നും കർത്താവിനുള്ളതല്ലെന്ന് കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നതിൽ യേശു ക്രിസ്തു ഒട്ടും മടിച്ചിട്ടില്ല. വായിച്ചേ. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. കണ്ടോ? അപ്പോൾ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞ സംഘടന നോക്കിയല്ല പോകുന്നത്. രക്ഷിക്കപ്പെട്ടു വന്ന പല സംഘടനകളും പരിപാടി ഇതല്ല, ക്രിസ്തുവിനെ നോക്കും. അടുത്തത് ഞാൻ കേൾക്കുന്നത് ഇവന്റെ കർത്താവിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയുവാൻ സത്യവചനം പ്രസംഗിക്കുന്നവരാരാ നോക്കും. ഇതാണ് ആടുകളുടെ തെളിവ്. ആടുകളല്ലാത്തിന്റെ തെളിവ് എല്ലാ ചപ്പും ചവറും പോയി തിന്നാൻ ഓടുന്നവരുണ്ട്. അവർ വിളിക്കപ്പെട്ടവരല്ല, അവർ ദൈവത്തിന്റെ ആടുകളല്ല. ശ്രദ്ധിക്കണം, ഈ വ്യക്തമാകേണ്ട ഒരു വാക്യമുണ്ട്, അവർ എന്നെ അറിയും. ആ വാക്യം മറന്നു പോകരുത്. അവിടെ വായിച്ചപ്പോൾ നിങ്ങളോ അവിടെ ഞാൻ അവയെ അറിയും, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കണം, കർത്താവിനെ അനുഗമിക്കുന്നതിന് ഒത്തിരി വില കൊടുക്കണം, തന്നെ ആകേണ്ടതായിട്ട് വരും. അല്ലേ? പ്രതിസന്ധി അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇത് വില കൊടുക്കുമ്പോൾ കർത്താവ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കർത്താവ് നോക്കിയിരിക്കുകയാണ്. അല്ലാതെ ഫിത്തിയാരി വർഷങ്ങളോളം ഒരു പ്രസ്ഥാനത്തിന്റെ അകത്ത് ഇരുന്ന് ഒരു ഗുണവും ഇല്ലാതെ ചത്തുപോകുന്നതിനല്ല വില കൊടുക്കാന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി വില കൊടുക്കണം. അവന്റെ ശബ്ദം ഉള്ളിടത്ത് നിൽക്കാൻ തയ്യാറാകണം. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? കർത്താവിന്റെ ദൈവത്തിന്റെ തേജസ് ഷെക്കൈന എവിടെയുണ്ട്? മേഘത്തിലുണ്ട്. മേഘം പോകുമ്പോൾ ഇവർ കുറ്റിയും കൊളുത്തും എല്ലാം വിടിപ്പിച്ചിട്ട് എല്ലാ കൂടാരങ്ങളും ഒരുക്കി എന്ത് ചെയ്യണം? ആ മേഘം പോകുന്നിടത്തോളം ഇവർ യാത്ര ചെയ്യണം. മേഘം എവിടെ നിൽക്കണോ അവരവിടെ കൂടാരം അടിക്കണം, പാളയം ഇറങ്ങണം. അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഇതേ അവസ്ഥയാണ് ഇന്ന്. ദൈവത്തിന്റെ ഷെക്കൈന എവിടെയാണെന്ന് ഇന്ന് അനേകർക്കും അറിയത്തില്ല. ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ കയറുന്ന ദൈവത്തിന്റെ ഷെക്കൈനയാന്നല്ല, ദൈവ ശബ്ദം നമ്മൾ കേൾക്കണം, ദൈവത്തിന്റെ ആലോചന തിരിച്ചറിയണം. ഏറ്റവും വലിയ കാര്യം സത്യവചനം ഉള്ളതുപോലെ പറയണം, അത് കേൾക്കണം, ഇല്ല നിത്യജീവൻ ഉണ്ടാകത്തില്ല. അപ്പോൾ കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ പറയുക? നിങ്ങൾ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ല. ഞങ്ങൾ ഇങ്ങനെ വേദനിച്ചിരിക്കുന്ന കണ്ടില്ലേ കർത്താവേ? ഞങ്ങളുടെ കടഭാരം നീ കണ്ടില്ലേ കർത്താവേ? ഞങ്ങളുടെ ക്ഷീണം നീ കണ്ടില്ലേ കർത്താവേ? ഒരു കരച്ചിലും മൂക്ക് പിടിച്ചിൽ, ഇതൊക്കെ ഈ ശവപ്പെട്ടി കൊണ്ട് തീരുന്നതാണ്. കണ്ണുനീരും മൂക്ക് പിടിച്ചിലൊക്കെ ഇതൊന്നും അക്കരെ നാട്ടി എത്തിക്കത്തില്ല. നിങ്ങൾ അവന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിച്ചാൽ നിങ്ങളുടെ പേര് അവൻ അറിഞ്ഞിരിക്കും. നിങ്ങൾ അവന് വേണ്ടി വില കൊടുത്താൽ നിന്നെ അവൻ അറിഞ്ഞിരിക്കും. വായിച്ചേ. അപ്പൊ ആർക്കാ നിത്യജീവൻ കിട്ടുന്ന? അവർ മരിക്കരുത്, അവർ നിത്യഭവനത്തിൽ വരണം, അവരുടെ ജീവൻ നിത്യജീവനായിട്ട് തരണം. അല്ലെങ്കിൽ ഈ ആയുസ് കൊണ്ട് തീർന്നു. ഹല്ലേലൂയ. ശവപ്പെട്ടിയുടെ സ്തോത്രം എന്താ അടപ്പ് വെക്കുന്നതോടുകൂടെ തീർന്ന ചിലരുടെ ഭക്തി. എന്നാൽ സ്വന്തം ദൈവത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, വീണ്ടും ജനനം പ്രാപിച്ചവർ, സ്വന്തം പിതാവിന്റെ ശബ്ദം കേട്ടവർ, പുത്രനെ അനുഗമിക്കുന്നവർ, അവർക്കേ നിത്യജീവനുള്ളൂ. ഹല്ലേലൂയ. അല്ലാത്തവർക്ക് നിത്യജീവൻ ഇല്ല. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെയുള്ള വാസമില്ല. മനസ്സിലാക്കണം. വായിച്ചേ. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അതായത് ഇതിന്റെ അകത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം.
യഹൂദന്മാരുടെ ഇടയിൽ കാണാതെ പോയ ആളുകളെ തേടിയാണ് പോകുന്നത് അല്ലേ? അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ സുവിശേഷ വേല ചെയ്യുകയാണ് കർത്താവ് ചെയ്യുന്നത്. എല്ലായിടത്തും വചനം പറയുന്നു, പ്രസംഗിക്കുന്നു. അവിടെ പിതാവിന്റെ ആകർഷണമുള്ളവർ രക്ഷിക്കപ്പെട്ടു വരും, അല്ലാത്തവരെല്ലാം തള്ളപ്പെടും. അല്ലാതെ യഹൂദനായി ജനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ലെന്നേ. ചിലരങ്ങനെ വിചാരിക്കുന്നത് യഹൂദനായിട്ട് ജനിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന, ക്രിസ്ത്യാനിയുടെ പേരുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നു വെറുതെ ഇരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ച്, ഇപ്പൊ പറയുന്നത് കുഴപ്പമില്ലല്ലോ, പ്രശ്നമില്ലല്ലോ, ശ്രദ്ധിച്ചേ. ഞാൻ പറയും, ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് എന്റെ ഹൃദയത്തിൽ കൂടെ പോയൊരു കാര്യമാണ്, ഏതെങ്കിലും മരിച്ചു കിടക്കുന്നവന്റെ ഒരു കുറ്റമെങ്കിലും ആരെങ്കിലും പറയുമോ? പറയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എല്ലാ അച്ഛന്മാരാകട്ടെ പാസ്റ്റർമാരാകട്ടെ ചെന്നിരിക്കുന്നവർക്കെല്ലാം എല്ലാ മരിച്ചവനും സ്വർഗത്തിൽ പോയി എന്നല്ലേ പ്രസംഗിക്കുന്നേ? ഇവന്റെ പുറകുള്ള കാര്യം അപ്പൊ പറയും, നമ്മളങ്ങനെ കലക്കം ഉണ്ടാക്കട്ടെ, നമ്മളങ്ങനെ പോയി. ഞാൻ എവിടുന്ന ഈ മര്യാദയൊക്കെ പഠിച്ചത്? അതായത് എല്ലാവരും നല്ലവരാണെന്നുള്ള ആ വലിയ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഇമേജിൽ ഇരിക്കരുത്. ആ ഇമേജിൽ ഇരുന്നവന്മാരാണ് യഹൂദന്മാര്. കർത്താവ് പറയും, നിങ്ങൾ എന്റെ ആടിന്റെ കൂട്ടത്തിലുള്ളവരല്ലെന്നേ. ഹല്ലേലൂയ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഓട്ടം ശ്രദ്ധിച്ച് നമ്മൾ ഓടണം. വായിച്ചു അടുത്ത വാക്യം. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവയെ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയില്ല. കണ്ടോ, അത് രണ്ട് വാക്യങ്ങളാണ്, 28ഉം 29. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് 29 വാക്യം വായിക്കുമ്പോ, അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുവാൻ ആർക്കും. അപ്പോ രക്ഷിക്കപ്പെട്ട ഒരുവൻ ആരുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന? പുത്രന്റെ കയ്യിലും പിതാവിന്റെ കരുത്തിലുമാണ് ഇരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയത്തുള്ളൂ? അവിടെ നിനക്ക് നേരെ ആരെങ്കിലും ഒരു ആവിചാരം ചെയ്താൽ നടക്കുവോ? മന്ത്രവാദം ചെയ്ത് നടക്കുവോ? മറ്റെന്തെങ്കിലും നേർച്ച ചെയ്ത് നടക്കും? ഇതൊന്നും നിന്റെ മേൽ വരത്തില്ല. കാര്യം നീ ഇരിക്കുന്നത് കർത്താവിന്റെ കരത്തിലാണ്. അപ്പോൾ നിങ്ങളിന്ന് ഉറപ്പിക്കേണ്ടത് എന്താണെന്നറിയാവോ? നിങ്ങൾ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ഉറപ്പിച്ചോണം. ഇത് നിർണയപ്രകാരം രക്ഷിക്കപ്പെട്ടവരാണ്. പെന്തക്കോസുകാരുടെ കാര്യമല്ലേ പറയുന്നത്, രക്ഷിക്കപ്പെട്ടവരുടെ കാര്യം പറയുന്നത്. രക്ഷിക്കപ്പെടാത്ത പെന്തക്കോസുകാർ ഒത്തിരി പേരുണ്ട്. സ്വന്തം ദൈവാത്മാവിനനുസരിച്ച് നടക്കാത്ത പെന്തക്കോസുകാർ ഒത്തിരി പേരുണ്ട്. കൃപയിൽ നിൽക്കാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരെ കുറിച്ചല്ല, കൃപയിൽ നിൽക്കുന്നവന്റെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു? അവരെ നടത്തുന്നു, അവരെ കൈകളിൽ വഹിക്കുന്നു. പിതാവും പുത്രനും അവരുടെ കയ്യിൽ വഹിക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഒരു ദുഷ്ടനും പിടിച്ചു പറിക്കത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പണി ഏൽക്കുന്ന ആർക്കാന്നറിയാവോ? ആർക്കാ ഏൽക്കുന്നേ? ഹല്ലേലൂയ. ആർക്കാ ഏൽക്കുന്നേ? ഈ രക്ഷാനിർണയോ ഈ വീണ്ടും ജനനത്തിന്റെ അനുഭവം ഇല്ലാത്തവനാണ്. ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ചേ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ട് എങ്കിൽ, വചനമാകുന്ന വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചതുപോലെയോ ആരാധിച്ചതുപോലെയോ ദൈവത്തെ അറിഞ്ഞതുപോലെയല്ല ഈ വർഷം ഇരിക്കുന്നത്. അതിന് വീണ്ടും പ്രോഗ്രസ്, ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കും. അത് റിഫോം ചെയ്തുകൊണ്ടിരിക്കും. ചിലർ കണ്ടിട്ടുണ്ടോ ആദ്യകാലത്തിലുള്ള രാവിലത്തെ പ്രാർത്ഥന എന്നും കുഞ്ഞാടേ നീ വാഴ്ത്തുക എന്ന് പറഞ്ഞ് അവൻ നീ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ, ഒരു പാട്ട് പാടും, കരച്ചില്, ബഹളം. എത്ര വർഷമായി തുടങ്ങിയിട്ട് ഒരേ സാധനം ഇട്ടടിക്കുന്നത്? എന്താണെന്നറിയാവോ? ഇതകത്ത് ഈ റിന്യൂ ചെയ്യുന്നില്ല, പുതുക്കമില്ല. കാര്യം വചനം അകത്തുണ്ടെങ്കിലേ പുതുക്കമുള്ളൂ. പുതുക്കമില്ലാത്ത നീ നരകത്തിലേ പോകത്തുള്ളൂ. മനസ്സിലാക്കണം. ചിലർ പറഞ്ഞ നരകത്തിലൊന്നും പോകത്തില്ലെന്ന്. നരകത്തിൽ പോകുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യത്തിൽ ആടുകളല്ല. പിന്നെ ആടുകളല്ലെങ്കിൽ പിന്നെ കൊണ്ടുപോകുന്ന ആരാ? പുറത്തൊരുത്തൻ ഇറച്ചി നിന്നു നിൽപ്പുണ്ട്. ആരാ? ചെന്നായ നിൽപ്പുണ്ട്. അല്ലേ? മനസ്സിലാക്കണം. അപ്പോ ഇതൊക്കെ ഗ്രഹിച്ചിട്ട് വേണം ഓടാൻ, ഇതൊക്കെ ഗ്രഹിച്ചിട്ട് വേണം നിൽക്കാനായിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ വാക്യം പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന്റെ കയ്യിൽ നിന്ന് നമ്മളെ ആരും പിടിച്ച് പറക്കിയില്ല. നമ്മൾ രണ്ട് ഭാഗം കൂടെ നോക്കിയിട്ട് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ഒന്ന്, നമുക്ക് സ്തോത്രം, യിരെമ്യാ പ്രവാചകനെ കുറിച്ച്, സമയം തീരാറായി എങ്കിലും നമുക്കൊന്ന് അറിയാൻ വേണ്ടി. യിരെമ്യാ പ്രവചനത്തിന്റെ അകത്ത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണെങ്കിൽ കർത്താവ് അവരോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കണം, അല്ലേ?
ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം മുതൽ വായിച്ചു. നമുക്ക് വളരെ സുപരിതമായ ഭാഗമാണ്. വേറെ 2 ഭാഗങ്ങൾ വായിക്കും, പ്രസംഗം നിർത്തും. യിരെമ്യാവ് 1:4. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അയ്യോ, യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിർണയപ്രകാരം വിളിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ യിരെമ്യാവിനെ വിളിച്ച വിളി ശ്രദ്ധിക്കണം. വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എപ്പോഴാ വിളിച്ചേ? ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ? നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അത് എപ്പോഴാ? അത് പിതാവിന്റെ തിരുഹൃദയത്തിൽ ഇരുന്ന വ്യക്തിയാണ്, അല്ലേ? കർത്താവിന്റെ ഹൃദയത്തിലെ പ്ലാൻ ആയിരുന്നു യിരെമ്യാവ്. അപ്പോൾ യിരെമ്യാവിനെ അപ്പോഴേ പേര് ചൊല്ലി വിളിച്ചു. നീ പ്രവാചകനാണ്. അപ്പോൾ ഈ വിളി തെരഞ്ഞെടുപ്പ് എപ്പോ കിട്ടുന്നറിയാം? ഈ ശുശ്രൂഷ എപ്പോ കിട്ടുന്ന? ഇപ്പൊ കിട്ടുന്നല്ല. ഇപ്പൊ കിട്ടുന്നല്ല. അത് ലോകസ്ഥാപനത്തിന് മുമ്പേ പറഞ്ഞേക്കുന്നതാണ്. നീ അപ്പോസ്തലനാണ്, നീ പ്രവാചകനാണെന്ന് ആ നിയോഗം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് നമ്മൾ ഈ കാണുന്നത്. എപ്പോഴാ? ഭൂമിയിൽ ഉളവാകുന്നതിന് മുമ്പ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, അപ്പോൾ കർത്താവ് അങ്ങനെയാണോ നടത്തുന്നത്? അങ്ങനെയുള്ളവർ ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവരോട് ഇടപെടും, അവർ ആ ശുശ്രൂഷയിലേക്ക് വരികയും ചെയ്യും. അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കട്ടെ, ജനിക്കുന്നതിന് മുമ്പേ ജാതികൾക്ക് പ്രവാചകനായി തീരുവാൻ യിരെമ്യാവിനെ സ്വർഗത്തിലെ ദൈവം ഒരുക്കി. യിരെമ്യാവിന് പ്രത്യേകത വല്ലതും ഉണ്ടോ? ചിലര് നോക്കുമ്പോ യിരെമ്യാവിന്റെ മുഖത്ത് അവന്റെ ഗ്ലാമർ, അവന്റെ തൂക്കം, അവന്റെ കളറ്, അവന്റെ സംസാരം ഇതല്ല നോക്കണം. സ്വർഗത്തിലെ ദൈവത്തിലേക്ക് നോക്കിയേക്കാം. ചിലരുടെ കാഴ്ച അങ്ങനെയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അവനെ വിളിച്ചു വേർതിരിച്ച് നോക്കണം. അപ്പൊ നിർണയപ്രകാരം വിളിക്കപ്പെട്ട സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതുപോലെ വിളിക്കപ്പെട്ടവർ ശ്രദ്ധിക്കണം. രക്ഷയ്ക്കായിട്ടുള്ള വിളിയുണ്ട്, ശുശ്രൂഷയ്ക്കുള്ള വിളിയുണ്ട്. ഇവരെ ശുശ്രൂഷയ്ക്കായിട്ടുള്ള വിളിയാണ്. അപ്പൊ രക്ഷയ്ക്കായിട്ടുള്ള വിളി എല്ലാവർക്കും ഉണ്ട്, അല്ലേ? ശുശ്രൂഷയ്ക്കായിട്ടുള്ള വിളിയെ കുറിച്ചാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവരുടെ ജനനങ്ങളെല്ലാം ജനന സമയത്തെല്ലാം അതുപോലെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് റിവീൽ ചെയ്യുന്നത് താൻ ബാലനായിരിക്കുമ്പോൾ തന്നെ ദൈവം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ മുന്നമേ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നടത്തുന്നു എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്താൽ വിളിക്കപ്പെട്ടതാണെങ്കിൽ ആ വിളിയുടെ ശക്തി, ആ വിളിയുടെ അധികാരം എപ്പോഴും വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി അടുത്തൊരു കാര്യം നമുക്ക് നോക്കണം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം, ഹല്ലേലൂയ, അതിന്റെ 1-ാം അധ്യായം 39-ാം വാക്യം ഒന്ന് വായിച്ചേ. നമുക്കെല്ലാം പരിചയമുള്ള വാക്യങ്ങളാണ് ഇതൊക്കെ. മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടിരുന്നു. സെക്കരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ, ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, മറിയയുടെ ഉദരത്തിൽ എന്ത് സംഭവിക്കുന്നു? മറിയയുടെ ഉദരത്തിലാണെങ്കിൽ ക്രിസ്തുവിനെ സ്തോത്രം ജഡത്തിൽ താൻ ജനിച്ചു വരിക, അല്ലെ? ജഡത്തിൽ ഉരുവായിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വന്തം ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ മറിയയുടെ വന്ദനസ്വരം എലിസബത്ത് കേട്ടപ്പോൾ ഞാൻ ഇതിന്റെ ഇടയ്ക്കൊരു കാര്യം പറയാം കേട്ടോ. ആഫ്രോഡൈറ്റിനോ നിനസിനോ ഡയാനയ്ക്കൊന്നും ഇതിന്റെ ഒരു കാര്യവും ഇല്ല. ഉണ്ടോ? ഹല്ലേലൂയ. ബാൽദേവന് വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്നാലും പറയാൻ കാര്യം, ഈ തിരുകുടുംബ പ്രസ്ഥാനം ഇതിൻ്റെ അടുത്ത് വരുന്നിട്ടില്ല. ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ അഭിഷേകത്തിന്റെ നിറവിലും നിയോഗത്തിലിരിക്കുന്ന മറിയുടെ വന്ദന സ്വരം എലിസബത്ത് കേട്ടപ്പോൾ കണ്ടോ, അനക്കം, ചലനം അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടതെപ്പോഴാണ്? ഹല്ലേലൂയ. ഒരുവൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടല് അവിടെ വന്നു, അല്ലേ?
ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം അവിടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. അടുത്ത് വായിച്ചേ. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ശ്രദ്ധിക്കണം, ഇത് നിയോഗമായിരുന്നു. കാര്യം സ്തോത്രം, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് മുമ്പേ ആരുടെ ശുശ്രൂഷ അവിടെ വരണം? യോഹന്നാന്റെ ശുശ്രൂഷ അവിടെ വരണം. ആ ശുശ്രൂഷ അവിടെ വരണമെന്നുണ്ടെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, യോഹന്നാന് ഗർഭത്തിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ അവനെ അഭിഷേകത്തിൽ സ്നാനപ്പെടുത്തിയേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ആ വലിയ നിയോഗത്തിലേക്ക്, അപ്പോൾ ജനിക്കുന്നതിന് മുമ്പാണ് ശുശ്രൂഷയ്ക്ക് ദൈവം ഒരുവനെ തെരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം അവനെ വേലയ്ക്ക് വേർതിരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ വേലയ്ക്കായിട്ട് വിളി വെറുതെ കുത്തിയിരുന്നു പോസ്റ്റാണെന്ന് കിട്ടുന്നില്ല. അത് നിർണയപ്രകാരം ലഭിക്കുന്നതാ. അത് ലഭിച്ചവൻ ഓടും. അല്ലാത്തവൻ കുറച്ച് കഴിയുമ്പോ എന്നാ പറ്റും? ഓടി തളർന്ന് വല്ലയിടത്തും ഇരിക്കുള്ള. കാര്യം വിളിക്കപ്പെട്ടിട്ടില്ല. വിളിയുള്ളവൻ ദൈവം ഉപയോഗിക്കപ്പെട്ട. അതുകൊണ്ട് ബൈബിൾ കോളേജിൽ എത്ര എണ്ണം പഠിക്കാൻ വന്നാലും ശരി, വിളിയുള്ളവനാ വേലയിൽ കാണത്തുള്ളൂ. ഫീൽഡിൽ ആരാ കാണുന്നറിയാവോ? വിളിക്കപ്പെട്ടവനെ കാണുള്ളൂ. അടുത്തത്, വിളിയുള്ളവനാണെങ്കിൽ സത്യവചനം പ്രസംഗിക്കും. മനസ്സിലാകുന്നുണ്ട്? രണ്ട് ലെവലിന് വ്യത്യാസമുണ്ട്. അതും ഇതും പാരമ്പര്യവും പ്രസ്ഥാനത്തിന്റെ മഹത്വവും അപ്പച്ചന്മാരുടെ വേണ്ടാത്തതെല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് നടക്കല്ല. സത്യക്ക് സ്വർഗത്തിലെ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചു അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം ചിന്തിക്കാം. ഈ ഗർഭത്തിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ ഇരുന്നപ്പോൾ തന്നെ ആത്മാവിൽ നിറയപ്പെട്ടു എലിസബത്ത് വന്നിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടവൾ. കണ്ടോ? ഇത് എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇരമ്യാവിനെ നോക്കണം. ഇരമ്യാവിന്റെ അപ്പനെ കുറിച്ച് അമ്മയെ കുറിച്ചൊന്നും അവിടെ ഒരു ചരിത്രവും പറഞ്ഞിട്ടില്ല. ഇത് അതിന്റെ കൂടെ പറയണം. അപ്പോൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയെ തെരഞ്ഞെടുത്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവരെല്ലാം സമർപ്പിച്ചത് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കാണ്, ഉപയോഗിക്കപ്പെട്ടത് പ്രവചന ശുശ്രൂഷയ്ക്കാണ്. അല്ലേ? സമർപ്പിച്ചത് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കാണ്, എന്നാൽ ഉപയോഗിക്കപ്പെട്ടത് പ്രവചന ശുശ്രൂഷയ്ക്കാണ്. ഹല്ലേലൂയ. അത് വലിയൊരു ആഴമുള്ള കാര്യം തന്നെയാണ് അല്ലേ? അടുത്തത്, ഈ അകത്മേ ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ടു, ഗർഭത്തിലെ ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട വ്യക്തി, ആ വ്യക്തി എന്താ പ്രസംഗിക്കേണ്ടത്? യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ഈ അഭിഷേകം എങ്ങനെയാണ് തന്റെ മേലുള്ള ശുശ്രൂഷയും തന്റെ ദർശനവും അത് വെളിപ്പെടുത്തിയെന്ന് വായിക്കാം. വായിച്ചട്ടെ. 3:22. അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശാലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനം ഏറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു വാദം ഉണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, യോർദാൻ അക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ല. ഇവിടെ ശ്രദ്ധിക്കണം, അമ്മയുടെ ഗർഭത്തിൽ ഇരുന്നപ്പോൾ തന്നെ അഭിഷേകം പ്രാപിച്ചവന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ശ്രദ്ധിക്കും, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ല. അപ്പോ ഈ സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നത് കാണുന്നവരാണ് അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ വേലയ്ക്ക് വിളിക്കപ്പെട്ടവർ ആത്മാവിൽ കാണുന്നത്. സ്വർഗത്തിൽ നിന്ന് പകരുന്നത് കാണാൻ പ്രാപ്തിയുള്ളവരായിരിക്കും. ഹല്ലേലൂയ. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് പ്രാവന്നവണ്ണം യേശുക്രിസ്തുവിന്റെ മീതെ വന്നപ്പോൾ ഇത് ആരുടെ മേൽ കാണുന്നു? അവനാണ് മശിഹ. ഇത് ആരാ കണ്ടത്? യോഹന്നാൻ സ്നാപകൻ മാത്രമേ കണ്ടുള്ളൂ. പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ വിശുദ്ധിയോടെ ഇറങ്ങി വരുന്ന ആ കാഴ്ച കണ്ണാൽ കണ്ടത് സ്തോത്രം യോഹന്നാൻ സ്നാപകൻ മാത്രമേ ഉള്ളൂ. കൂടെ നിന്നവരാരും കണ്ടില്ല. കണ്ടോ? കാര്യം നിയോഗമുള്ളവനെ കാണത്തുള്ളൂ. അവിടെ എത്ര പേര് സ്തോത്രം അവിടെ കൂടെ നിന്ന് വന്നാലും നിയോഗമുള്ളവൻ മാത്രമാണ് സ്വർഗീയ കാഴ്ചകളെ കാണത്തുള്ളൂ.
വായിച്ചേ, സമയം പോയി. വായിച്ചു നിർത്താം. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനം ഏറ്റു. അല്ല, ആദ്യം മുതൽ വായിക്കാനല്ല, മറ്റു വായിച്ചതിന്റെ തുടർന്ന് വായിക്കേ. അവർ യോഹന്നാന്റെ അടുക്കൽ, അതിന് യോഹന്നാൻ 27, അതിന് യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിക്കുവാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ. അപ്പൊ ആ ബോധ്യം എപ്പോഴാ കിട്ടിയത്? അപ്പോൾ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവം തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അതിനു മുമ്പേ ദൈവം അവനെ അറിയൂ. ഇരമ്യാവിനോട് അതാ പറയും, ഞാൻ അതിനു മുമ്പേ നിന്നെ അറിയുന്നു, ഞാൻ അതിനു മുമ്പേ നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു, നിയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ ആരുടെ ഗർഭത്തിൽ ജനിക്കുന്നു എന്നുള്ളതല്ല വിഷയം, ഞാൻ നിന്നെ വിളിച്ചു എന്നുള്ളതാ വിഷയം. ഇതാണ് ശുശ്രൂഷ. കർത്താവ് വിളിച്ചു. എവിടെ ജനിച്ചു, എങ്ങനെ ആയിരുന്നൊന്നും ദൈവത്തിന് വിഷയമല്ല. അമ്മേൻ വായിച്ചാട്ടെ. ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്നു ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹത്തിനോ അല്ല, സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. ഞാൻ വളരണം, അവൻ വളരണം. സോദര, അവിടെ ശ്രദ്ധിക്കണം. ഈ സമർപ്പണം വിളിക്കപ്പെട്ടവനേ ഉള്ളൂ. ക്രിസ്തു ഉയർത്തപ്പെടണമെന്നുള്ള പദ്ധതി വിളിയുള്ളവന് മാത്രമുള്ള വിഷയമാണ്. കർത്താവിന് ഉയർത്തണം, അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം, വിളിയുള്ളവന്റെ വിഷയമാണ്. അവിടെ ഒത്തിരി പേര് സ്തോത്രം അവിടെ നിപ്പുണ്ട്. അനേക പുരോഹിതന്മാർ ഒറ്റ എണ്ണത്തെ ദൈവം വിളിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ചെന്ന് പൗരോഹിത്യ വസ്ത്രം അണിഞ്ഞ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ യാഗങ്ങളും കർമ്മങ്ങളും നേർച്ചകളും കാഴ്ചകളും എല്ലാം ഉണ്ട്. പണത്തിന് പണം, അധികാരത്തിന് അധികാരം എല്ലാം നടപ്പുണ്ട്. പക്ഷെ അവരെ ആരും വിളിച്ചിട്ടില്ല. ദൈവം വേലയ്ക്ക് വിളിച്ചിട്ടില്ല. വെറുതെ ഉള്ള കാര്യമല്ല വേലയ്ക്ക് വിളിക്കുക എന്ന് പറയുന്നത്. ആമേൻ, സ്തോത്രം. അടുത്ത കാര്യം ഒന്ന് വായിച്ച് അവിടെ നോക്കുമ്പോൾ അവിടെ ഇവിടെ യോഹന്നാൻ പറയുന്നത് മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീരെയുള്ളവൻ. സ്തോത്രം. അവിടെ പറയാം ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സാക്ഷീകരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ശ്രദ്ധിച്ചോ. അവൻ കാണുന്നത് എന്ത്, അവൻ എന്താണ് പ്രചരിപ്പിക്കുന്നത്, അവൻ എല്ലാവർക്കും മീതെ ഉള്ളവൻ എന്നുള്ള വലിയ വെളിപ്പാടുള്ളവനാണ് വിളിക്കപ്പെട്ടവൻ. വിളിയുള്ളവന്റെ പ്രത്യേകതയാണ്. അപ്പോൾ വിളിക്കപ്പെട്ടവനാണോ ദൈവം തന്നെ അവനെ പഠിപ്പിച്ചിരിക്കും, അവന് വെളിപ്പാടുകളെ കൊടുത്തിരിക്കും, ദൈവം അവനെ അതിശയകരമായി നടത്തിയിരിക്കും. ഹല്ലേലൂയ. നമ്മളിനി ഒരു ഭാഗം വായിക്കുന്നത് നിർത്താം. ഗലാത്യ ലേഖനം. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം ഹല്ലേലൂയ. അതിന്റെ സ്വതം ഹല്ലേലൂയ. അതിന്റെ 1-ാം അധ്യായം അതിന്റെ 14-15 വാക്യം. എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും, അതിന്റെ 13 മുതൽ വായിക്കുന്ന പിന്നെ യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃ പാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണേ. അടുത്ത വാക്കുകൾ വായിച്ചു. എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ
അറബിയിലേക്ക് ആ. പോകുകയും ആ. ഡെമസ്കോസിലേക്ക് മടങ്ങി പോരുകയും ചെയ്തു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, പ്രധാനമായിട്ടും അതിന്റെ 15-ാം വാക്യം, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച. അപ്പൊ ശ്രദ്ധിക്കണം, ജനനം മുതൽ ദൈവം പൗലോസിനെ വേർതിരിച്ചു. എന്നാൽ ഇടയ്ക്ക് കയ്യിൽ എന്ത് സംഭവിച്ചു? രക്തം പോരുണ്ടു. എന്നിട്ട് ദൈവം അവനെ വിട്ടോ? കർത്താവിനെ വിട്ടോ? സ്തേഫാനോസിന്റെ രക്തം എവിടെ കിടക്കുക? പൗലോസിന്റെ കൈ കിടക്കുക. കർത്താവ് വിട്ടോ? ഇല്ല. ദൈവം അവനെ തെരഞ്ഞെടുത്തു, അവനെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ കർത്താവിന്റെ വേലയ്ക്ക് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ തെളിവ് എന്നാണെന്നറിയാമോ? അത് ഏറ്റവും വലിയ തെളിവ് അതിന്റെ 14-ാം വാക്യമാണ്. എന്റെ സ്വജനത്തിന്റെ സമപ്രായക്കാരായ പലരെക്കാളും. മനസ്സിലാവുന്നുണ്ടോ? സമപ്രായക്കാരായവരൊന്നും കർത്താവിന് വേണ്ടി നിൽക്കാതെ വരുമ്പോൾ തൻ്റെ ജീവിതത്തിലെ വ്യത്യാസം കൃത്യമായി തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് പൗലോസ്. അവർക്കാർക്കുമില്ലാത്തൊരു എരിവ്, അവർക്കാർക്കുമില്ലാത്തൊരു ദാഹം, അവർക്കാർക്കുമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഗ്രാഹ്യം ഇവയൊക്കെയും പൗലോസിന് ലഭിച്ച കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ മറ്റുള്ളവരോട് ചോദിക്കാതെ, അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം, പുത്രനാകുന്ന ക്രിസ്തുവിനെ കുറിച്ച്, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ, അതായത് പിതാവായ ദൈവം സ്വപുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം സ്തോത്രം എന്നിൽ വെളിപ്പെടുത്തുവാൻ, എന്റെ പ്രസംഗത്തിലൂടെ ജാതികൾ രക്ഷ വരേണ്ടതിന് ക്രിസ്തുവിനെ എനിക്ക് വെളിപ്പെടുത്തി തരുവാൻ തുടങ്ങി. ആര്? പിതാവ് വെളിപ്പെടുത്തുവാൻ തുടങ്ങി. അപ്പോൾ പിതാവ് വെളിപ്പെടുത്താൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്കത് അറിയുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് അനുഭവിച്ച വ്യക്തിയാണ് ആര്? പൗലോസ്. അപ്പോൾ മനസ്സിലാക്കണം, വിളിയുടെ പ്രത്യേകത എത്ര ശക്തമാണെന്ന് മനസ്സിലാക്കിക്കോണം. ഇതിന്റെ ഇടയിൽ സ്വത്രം യോഹന്നാന്റെ കാര്യം നോക്കിയാൽ അപ്പൻ പൗരോഹിത്യത്തിലാണ്. പൗരോഹിത്യം തടുക്കാൻ നോക്കി, നടന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇരമ്യാവ് ബാലനായിരുന്നു, അവന്റെ ശൈശവാവസ്ഥ, അവനെ തടുക്കുവാൻ നോക്കി, നടന്നില്ല. പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷയിലേക്ക് വരുന്നതിന് അവൻ യഹൂദ മതത്തിൽ എരിവേറിയിരുന്നു, അവന്റെ കയ്യിൽ രക്തമുണ്ടാകിയിരുന്നു, അതും അവനെ തടുത്തില്ല. അതുകൊണ്ട് മനസ്സിലാക്കാൻ, ദൈവം വിളിച്ചതാണെങ്കിൽ കർത്താവ് പുറത്തു കൊണ്ടുവന്നിരിക്കും, ദൈവത്തിന്റെ മഹത്വത്തോടെ വെളിപ്പെടുകയും ചെയ്യും. ഈ വചനങ്ങളാൽ സ്വർഗ്ഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്ഥലം നമ്മൾ സ്തോത്രത്തോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം കേട്ട ഈ വചനത്തെ വഹിച്ചുകൊണ്ട്